ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലം കാത്തുവെച്ച മാറ്റത്തിലേക്കുള്ള ആദ്യപടിയായിരുന്നു അത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി അക്കാഡമിക് ബിരുദങ്ങൾ നേടിയിട്ടുള്ള ശ്രീ പി കെ ദാസിന്റെ നിയോഗം വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ അറിയപ്പെടാനായിരുന്നു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനായിരുന്ന അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ സംരംഭത്തിന് നാന്ദി കുറിക്കുമ്പോൾ എന്ത് പേര് നൽകണമെന്ന കാര്യത്തിൽ തെല്ലും സംശയമുണ്ടായിരുന്നില്ല. അങ്ങനെ 1968 നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസസ് എന്ന സ്ഥാപനത്തിന് കോയമ്പത്തൂരിൽ തുടക്കമായി. ദക്ഷിണേന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ വൻ ചലനം സൃഷ്ടിച്ച നെഹ്റു ഗ്രൂപ്പ് ഓഫ് കോളേജുകളുടെ പിറവിയും അവിടെ നിന്നായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു പിന്നീടങ്ങോട്ട്. 1983 നെഹ്റു ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുടക്കമായി. നെഹ്റു കോളേജ് ഓഫ് മാനേജ്മെന്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ, നെഹ്റു കോളേജ് ഓഫ് ഫാർമസി, നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ജവഹർലാൽ ബിസിനസ് സ്കൂൾ, ജവഹർലാൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നെഹ്റു കോളേജ് ഓഫ് നഴ്സിംഗ്, നെഹ്റു സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ, നെഹ്റു കോളേജ് ഓഫ് ആർക്കിടെക്ചർ, നെഹ്റു അക്കാദമി ഓഫ് ലോ, നെഹ്റു കിഡ്സ് അക്കാദമി, നെഹ്റു ഇന്റർനാഷണൽ സ്കൂൾ, നെഹ്റു കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ്, നെഹ്റു കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി, നെഹ്റു നോളജ് അക്കാദമി തുടങ്ങി തലയെടുപ്പുള്ള നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പിറവികൊണ്ടു. വിദ്യാഭ്യാസ രംഗത്ത് പി കെ ദാസ് കൊളുത്തിയ ദീപം തലമുറകളിലേക്ക് കൈമാറി ഇന്ന് 25ലേറെ സ്ഥാപനങ്ങളായി പ്രോജ്വലിക്കുന്നു. 1994 ശ്രീ പി കെ ദാസ് മാനേജിംഗ് ട്രസ്റ്റിയായി നെഹ്റു കോളേജ് ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് തുടക്കമായി. 2002 തിരുവില്ലാമല പാമ്പാടിയിൽ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ആരംഭിച്ചുകൊണ്ടായിരുന്നു കേരളത്തിൽ നെഹ്റു ഗ്രൂപ്പ് ഓഫ് കോളേജുകളുടെ തുടക്കം. 5 പതിറ്റാണ്ട് പിന്നിട്ട് 2022 എത്തി നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് നെഹ്റു കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങി സ്വദേശത്തും വിദേശത്തുമായി ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിക്കുന്നത്. നാട്ടുകാർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് മറ്റു ജില്ലകളെയോ തമിഴ്നാടിനെയോ ആശ്രയിക്കേണ്ടി വരുന്നതിൽ ഖിന്നനായിരുന്ന ശ്രീ പി കെ ദാസിന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു സ്വന്തം നാട്ടിൽ പൂർണ്ണ സജ്ജമായ ആശുപത്രി എന്നത്. ജീവിതകാലത്ത് സഫലീകരിക്കാനായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ദീപ്തസ്മരണ നിലനിർത്തുന്ന പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് 2010 തുടക്കമായി. അന്താരാഷ്ട്ര നിലവാരത്തിൽ 1250 ബെഡുകളോടുകൂടിയ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി വാണിയംകുളത്തിന്റെ മുഖമുദ്രയാണ്. ശ്രീ പി കെ ദാസിന് പൂർത്തിയാക്കാനാകാതെ പോയ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുകയാണ് നെഹ്റു ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ സാരഥികളായ മക്കൾ. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ട്രസ്റ്റിയായി ശ്രീ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസും സിഇഒ ആൻഡ് സെക്രട്ടറി ശ്രീ ഡോക്ടർ പി കൃഷ്ണകുമാറും ശ്രീമതി ഡോക്ടർ തുളസിയും പിതാവിന്റെ പാതയെ പിന്തുടർന്ന് സ്ഥാപനത്തിന്റെ സ്തുത്യർഹമായ സേവനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. പി കെ ദാസ് എന്ന മഹാനുഭാവന്റെ കനൽ വഴികൾ താണ്ടിയ കർമ്മകാണ്ഡം തുടരുകയാണ് തലമുറകളിലൂടെ. കാലം മായ്ക്കാത്ത ആ കാൽപ്പാടുകൾ നമ്മെ വറ്റാത്ത നന്മയുടെയും അറിവിന്റെയും ലോകത്തേക്ക് നയിക്കുന്നു. Before we proceed with the ceremony, may I kindly request our esteemed dignitaries to offer a flower tribute to our founder chairman, late P. K. Das sir, and to grace the dais and take their seats.
The induction ceremony marks the beginning of our journey into medicine, where we embrace the responsibilities and the values of the profession. To commence today's ceremony, let us all stand together for a moment's silence in the memory of our beloved founder chairman, Sri PK Das sir, followed by the prayer song and the Kerala Institute of Health Sciences anthem. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം. അറിവുകൾ പകരുന്നിതധ്യാപകർ, തണലായി നിറയുന്നിതച്ഛൻ. ഇന്നെ തളരാതെ കാക്കുന്നു ദൈവം. മാതാപിതാ ഗുരുദേവം, മാതാപിതാ ഗുരുദേവം, മാതാപിതാ ഗുരുദേവം. जीवन 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 അമൂല്യമാണതിനസ്തിത്വം, അജ്ഞാതമാണതിനാധാരം. അനന്തമപാരമത്ഭുതകരമാണതിൻ വികസ്വര വൈവിധ്യം. മൃതിയുടെ കാറ്റിൽ കെടാതെ ഞങ്ങൾ പരിപാലിക്കും തിരിനാളം, 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 പരിപാലിക്കും തിരിനാളം. വിശ്വപ്രകൃതിയിൽ യുഗാന്തരങ്ങളിൽ തുടർന്നു പോരും പരിണാമം. ജീവൻ 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 നാഡീസ്പന്ദന താളം താളം, ഹൃദയമിടിപ്പിൻ സ്വരരാഗം. ഇരുട്ടകന്നൊരു ശാസ്ത്രയുഗത്തിൻ കരങ്ങൾ മീട്ടിയ സംഗീതം. മനോജ്ഞ വിസ്മയമാഗാനത്തിന് ശ്രുതി മീട്ടുന്നവരീ ഞങ്ങൾ, തിരിനീട്ടുന്നവരീ ഞങ്ങൾ. പ്രപഞ്ചചേതന വസുന്ധരയ്ക്കായി കനിഞ്ഞു നൽകിയ സമ്മാനം. ഓരോ പ്രാണതലങ്ങളിലെഴുതിയ നിഗൂഢമന്ത്രരഹസ്യങ്ങൾ. തിരിച്ചറിഞ്ഞൊരു
सुखिना सर्वे भवन्तु सुखिना सर्वे भवन्तु सुखिना. Thank you, everyone. Kindly be seated. PKDIMS Institute of Medical Sciences is a part of the Nehru Group of Institutions, a name synonymous with quality higher education in southern India. Nehru Group of Institutions was established in 1968 in Coimbatore, Tamil Nadu, as a center of educational excellence to nurture, guide, and ignite the spirits of young minds in Kerala and Tamil Nadu. PKDIMS Institute of Medical Sciences is a reputed medical college situated at Ottapalam in Kerala. It is a state-of-the-art super specialty and general hospital with over 1,250 beds, which aims to provide world-class healthcare to people from all walks of life. It is named after its founder, the Honorable late P.K. Das sir, an academician par excellence, a renowned industrialist and a great philanthropist. Today, we stand at the threshold of a morning brimming with exhilaration from the eager hearts of every hopeful student and their proud families awaiting the momentous occasion that is our white coat ceremony. To begin this joyous occasion, it is my pleasure to invite Dr. Aarti Anand Aman ma'am, our esteemed professor and head of the Department of Physiology, who has been a cherished member of the PKDIMS family for over 11 years. With her warm smile and more than 2 decades of experience, she continues to inspire students and colleagues alike. I now invite Aarti ma'am to deliver the welcome address. Good morning, everybody. It's a moment of great privilege and honor for me to extend a hearty welcome to all the respected dignitaries on the dais, off the dais, and those who have joined us for the induction program of 10th batch of first year MBBS students of PKDIMS Institute of Medical Sciences. A meaningful life is not being rich, being popular, being highly educated, or being perfect. It's about being real, being humble, and being able to share and touch the lives of others. We have one such great leader who has transformed his father's vision into reality. We warmly welcome Honorary Trade Commissioner of Mauritius, India, Chairman and Managing Trustee, Nehru Group of Institutions, Advocate Dr. P. Krishnadas sir, to the program. Welcome, sir. Our next dignitary is one whose journey has been marked not only by outstanding achievements, but also by profound dedication to motivating and empowering those around him. Ladies and gentlemen, please welcome respected Pro Vice Chancellor of Kerala University of Health Sciences, Dr. C.P. Vijayan sir. Welcome, sir. He is a person who speaks with integrity, is impeccable with his words, and uses this power in direction of truth and love. It is our privilege to welcome a Vedic scholar, author, and social reformer, Honorable Acharya Sri Rajesh, to the program. Welcome, sir. Success isn't just about what you accomplish in your life, it's about what you inspire others to do. We welcome Dr. Sajeevan K.C., Head of Department of Biochemistry, Government Medical College, Thrissur, who has been an inspiration to many students. Welcome, sir. Company of good people is like walking in a shop of perfumes. Whether you buy the perfume or not, you are bound to receive the fragrance. We have among us such enigmatic personality, Dr. P. Krishna Kumar, CEO and Secretary, Nehru Group of Institutions. Welcome, sir. Her beauty is a light that shines from within, captivating all who encounter it. We welcome our Honorable Trustee, Nehru Group of Institutions, Dr. P. Tulsi, to the program. Welcome, ma'am. A mentor is not someone who walks ahead of us and tells us how to do things. He is someone who walks alongside us to guide us and tells us what we should do. We welcome our mentor, Dr. R.C. Krishna Kumar, Director Operations, PKDIMS Institute of Medical Sciences, to the program. Welcome, sir. Happy is the man who finds a true friend
and far happier is he who finds that that true friend is his wife. We welcome Mrs. Sumita Krishnadas, correspondent of Nehru Group of Institutions, who is the reason for everlasting smile on our chairman sir's face. We welcome Sumita ma'am in her absentia. Welcome ma'am. True guidance is like a small torch in dark forest. It doesn't show everything at once, but gives enough light for the next step to be safe. Please welcome our guiding light, our beloved principal, PKDIMS Institute of Medical Sciences, Dr. Satish G. Prabhu sir, to the program. Welcome sir. Someone is sitting in the shade today because someone planted a tree long time ago. Thank you, sir, for your selfless contribution to planting the tree of knowledge whose fruits we bear today. We welcome our beloved Dr. Sri Kumar A., Professor and HOD of Surgery and Coordinator of Final Year MBBS of PKDIMS Institute of Medical Sciences. Welcome, sir. We welcome an exceptional individual whose talent spans not only in academic excellence but also in arts. Our multi-talented Head of Department of Biochemistry, Dr. Jagatlal PC, sir. Welcome, sir. There are two ways of spreading light, either be the candle or the mirror that reflects it. He has been that light to many students, directing them towards the path of success. Due to some unavoidable circumstances, our beloved Dr. P.K. Ramakrishnan sir, first year coordinator and also the head of Department of Anatomy, could not join us today, but he has sent his blessings to all the upcoming MBBS students. We welcome you, sir, in your absence here. It is a true honor to welcome our distinguished guests, principals from other various Nehru Group of Institutions, head of departments from clinical and paraclinical departments of PKDIMS, various other teaching faculties from pre, para and the clinical departments whose presence today has greatly enriched our event. Welcome all. Together, you have given your children the roots to grow and the wings to fly. We welcome all the parents of today's 2024 batch students to today's program. Welcome, parents. Success is not final and failure is not fatal. It is the courage to continue that counts. The stars of today's event, we welcome our first year MBBS students, 2024 batch, to today's program. Productivity is never an accident. It is always the result of a commitment to excellence, intelligent planning, and focused effort. We welcome as well as thank the efforts put in by each and every individual towards organizing today's events, including our PRO of NGI, Mr. Suresh Ji, our office staff, HR department, IT department, non-teaching staff, audio visuals, and others whom I might have accidentally missed out. Welcome one and all. Your presence today has converted an ordinary moment into sweet memories. Thank you. Thank you, ma'am. The lighting of the lamp symbolizes enlightenment, the removal of ignorance, and a commitment to wisdom, essential to the start of any endeavor. May I kindly request the dignitaries to step forward to proceed with the ceremonial lamp lighting.
Thank you, everyone. It is now my honor to invite Honorary Trade Commissioner for Mauritius, India, and Chairman and Managing Trustee, Advocate Dr. P. Krishnadas, sir, the dynamic leader and driving force behind the Nehru Group of Institutions. With his visionary leadership, he has guided NGI to new heights. Please join me in welcoming him for the presidential address. Thank you. Most respected and beloved principal of PKDIMS Institute of Medical Sciences, Dr. Professor Satish Raju sir, respected Dr. Arathi Anand Amin, who delivered the welcome address, respected Honorable Pro Vice Chancellor of Kerala University of Health Sciences, Dr. Vijayan sir, and most esteemed Acharya Sri Rajesh, scholar, author, and a well-known person in India and abroad for his precious speeches and books. Respected Dr. Sajeevan K.C., HOD Department of Biochemistry, Government Medical College, Thrissur. Respected CEO and Secretary of Nehru Group of Institutions, my beloved brother Dr. P. Krishna Kumar. Respected Trustee and my sister, Dr. P. Tulasi. Respected Dr. R.C. Krishna Kumar, the Director of Operation of PKDIMS Institute of Medical Sciences, my brother. Respected and the Senior Professor Dr. Sri Kumare, HOD of Surgery and the Coordinator Final Year MBBS program. Respected Dr. Jagatilal, PC, the versatile person, HOD Department of Biochemistry. Dr. P.K. Ramakrishnan, in absentia, HOD Department of Anatomy. All other esteemed principals, directors, deans of various Nehru Group of Institutions, and most beloved doctor friends, the faculty members of PKDIMS Institute of Medical Sciences, and other dignitaries on and off the dais, respected and loving parents, well-wishers, friends from news, that is media, and the most prominent and the glittering stars of the day, the future MBBS students, those who are joined for the first year MBBS program in PKDIMS Institute of Medical Sciences. Once again, warm good morning to all. It's indeed a great pleasure and honor for me to stand before you on this 10th induction program of PKDIMS Institute of Medical Science MBBS batch. As we all know that this is the second batch of 200 students inducted in PKDIMS Institute of Medical Sciences, out of which 30 students from various states of our nation, remaining 170 from the Kerala. So it's a mixed culture of individuals, those who are going to pursue a learning career in this college for the next 5 years. My dear friends, we all know that your beloved parents, guardians, all are well versed and well educated and working in various professions, right from this doctor profession, engineer, teacher, businessman, lawyers, whatnot, government employees, many walks of life they are working, and they are all present here. And they are all put a lot of dreams and aspirations in you. Definitely it is up to you to take this MBBS profession as a divine profession and ensure that you are just outglory, you are becoming glorified personalities of this special kind of profession in the universe.
ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ നിന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതം പോലെയുള്ള ഒരു രാജ്യത്ത് ഏകദേശം 150 കോടിക്കടുത്ത് ജനസംഖ്യയിൽ എത്തി നിൽക്കുന്ന ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി, ആൻഡ് ദ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ദ ഹെൽത്ത് സെക്ടർ ഈസ് ഗ്രോവിംഗ് റാപ്പിഡ്ലി ലൈക്ക് എനിത്തിങ്. അപ്പോൾ ഇവിടെ ദ ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ മോർ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷനലായി പഠിച്ചുകൊണ്ടിരുന്ന MBBS pedagogical exercise totally changed. For the last 2-3 years, the invention or the redesignation of Medical Commission to National Medical NMC, ഒരുപാട് changes already brought in. And especially from the beginning, you are put in various fields of activities. They are trying to mold you in such a way that socially committed and relevant personalities of society. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ടാസ്കിങ് ഈസ് റിക്വയർഡ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇന്ന് ഭാരതത്തിൽ എസ്പെഷ്യലി ഇൻ അവർ കൺട്രി 1,00,000, ദാറ്റ് ഈസ് മോർ ദാൻ 1,15,000 സ്റ്റുഡൻസ് ആർ എൻറോൾഡ് ഫോർ MBBS എവറി ഇയർ, എസ്പെഷ്യലി ദിസ് ഇയർ. ആൻഡ് അക്കോർഡിംഗ് ടു മൈ നോളജ്, മേ ബി 700+ colleges in our country. And out of that, around 250-300 are in private sector, remaining in government sector. And when we talk about the Kerala, a state like Kerala, we are having 1 lakh plus beds strength in the Kerala state. And here the total hospitals may be below 3,000. And every day doctors are coming out of this portal with various specialization and various skills. And where do they work? And when we talk about the IMA in Kerala, especially in Kerala, we are having only around 40,000 registrations in IMA. Whereas we are having more than lakh of doctors. Where are they gone? So the problem what we are facing in our country is that the students and the youngsters are migrating from this country to other country to serve the other nations. For example, in America, around 60%, 30 to 60% are Indian doctors serving there. They are not only in the medical profession, all fields have the same effect. So my dear friends, you are having a special responsibility, you are having a special commitment. You should develop such a passion and commitment to this nation that when you study in India, you do service in India, you serve the people of India. There are a lot of opportunity, abundant opportunity, especially the hospitals are coming up like anything. Beds are added in such a great way. According to my knowledge, now it's around 20 lakh beds are available in our country, and around 30,000 or 25,000 hospitals, small and big hospitals are functioning in our country. So the opportunities are there, but the attitude makes the difference. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണുമ്പോൾ വി നോ ഹൗ ടു റെസ്പെക്ട് ദം, ഓട്ടോമാറ്റിക്കലി നമുക്ക് റെസ്പെക്ട് വരും. ഇപ്പോഴത്തെ യങ് ജനറേഷൻ, മെജോറിറ്റി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മൈനോറിറ്റി പീപ്പിൾ, they are not committed, they are just doing the profession for the sake of somebody's pressure. That should not happen. You have to change yourself. നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കമ്മിറ്റഡായി, പാഷനേറ്റായി, ഏറ്റവും ആധികാരികമായി നിങ്ങൾ ഡോക്ടർ ഈ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ, യു വിൽ ബിക്കം ദ മാസ്റ്റേഴ്സ് ആൻഡ് യു വിൽ ബിക്കം ദ ഹീലേഴ്സ് ഓഫ് ടുമോറോ. ബിക്കോസ് സോഷ്യൽ ഫാബ്രിക് ഈസ് സച്ച് എ വേ ഹിയർ മൾട്ടി ലിംഗ്വിസ്റ്റിക്, മൾട്ടി വേഴ്സറ്റൈൽ പീപ്പിൾ ആൻഡ് പോപ്പുലേഷൻ ഇസ് ലിവിംഗ് ഇൻ അവർ കൺട്രി. ഇനി ലോകത്തിന്റെ എവിടെ പോയാലും നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഐ ഡോണ്ട് സേ ദാറ്റ് യു ഡോണ്ട് ഗോ ആൻഡ് ഓൾ, ബട്ട് when you do something, when you are getting education in a country like India, you have to serve the people of India, to see that at least some commitment will be delivered. And moreover, the parents, their dream, അവരുടെ സ്വപ്നങ്ങളാണ് നിങ്ങളെ ഡോക്ടറാക്കുക എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ പ്രായം ചെല്ലുമ്പോൾ നിങ്ങൾ അവരെ നോക്കണം, നിങ്ങൾക്ക് അവർക്ക് താങ്ങായി ഉണ്ടാവണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ടാവും. തീർച്ചയായും ആ ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പും മാനസികമായ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഐ ക്യാൻ വൗച്ച് യു ദാറ്റ് PKDIMS Institute of Medical Science, part of a Nehru group of institution which having more than 50 years of legacy, will be a great boon and it will be a great advantage for you. Because ഞങ്ങളെ സംബന്ധിച്ചോളം 20,000-ലധികം വിദ്യാർത്ഥികൾ ഒരു വർഷം പഠിച്ചിറങ്ങുന്നു. അതുപോലെ തന്നെ 50 വർഷത്തിലധികം പാരമ്പര്യം. ലോകത്തിന്റെ എവിടെ പോയാലും നെഹ്റു ഗ്രൂപ്പിലെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച വിദ്യാർത്ഥി നല്ല ഉന്നത നിലവാരത്തിൽ കാണാൻ കഴിയും. സോ യു ആർ എ ബിഗ് ഗ്രേറ്റ് ഫോർച്യൂൺ ആൻഡ് ലെഗസി ഓഫ് ദാറ്റ്. സോ അത് യു ഹാവ് ടു എൻജോയ്. ആ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി യു സ്റ്റഡി ഇൻ PKDIMS Institute of Medical Sciences. ഞാൻ ഇനി കുറച്ച്
പ്രൊഫഷണൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടെ പറയാം. പ്രത്യേകിച്ച് ഇന്നത്തെ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്നത് മുഴുവൻ വിത്ത് സപ്പോർട്ട് ഓഫ് ലേറ്റസ്റ്റ് ഗാഡ്ഗറ്റ്സ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് സോ ഓൺ, കമ്പ്യൂട്ടർ ആൻഡ് എവറി അതർ തിങ്സ്. സോ യു ആർ മോർ ഡിപ്പെൻഡബിൾ ഓൺ ദ മെഷീൻസ് ആൻഡ് equipments rather than depending upon that. You have to identify the patients when they are walking into your room. അതായിരിക്കണം ഡോക്ടറുടെ സ്കില്ല്. പണ്ടുള്ള ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കൾ പഴയ ഡോക്ടർമാരുണ്ടാവണമെന്ന് എനിക്കറിയാം. അവരൊക്കെ രോഗികളെ കണ്ടതും പഠിച്ചതും ഇതുപോലെ മെഷീൻ വെച്ചിട്ടല്ല. അവരെ സംബന്ധിച്ചുള്ള രോഗി അവരുടെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അറിയാം ഈ രോഗിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ടാവും. ഇത് അനലൈസ് ചെയ്ത് അതിനുള്ള ചികിത്സ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഓഫ് കോഴ്സ് ദ ലേറ്റസ്റ്റ് അഡ്വാൻറ്റേജസ്, the gadgets and the other activity missionaries equipment will support you. That will give more accuracy and more speedy recovery for the patients. But you have to become more involved in this process. ഇപ്പം നിങ്ങൾ ഈ കോളേജിൽ പ്രത്യേകിച്ച് ക്ലിനിക്കൽ പ്രാക്ടീസിന് പോസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കണ്ടുവരുന്നത് അവർ ഒരു ഭാഗത്ത് കൂടെ കയറി കുറച്ചു നേരം രോഗികളെ കണ്ട് മറ്റൊരു വശത്തു കൂടെ ഇറങ്ങി പോകുന്നതാണ്. ഇതിൽ നഷ്ടം വരുന്നത് കോളേജിനല്ല, അധ്യാപകർക്കല്ല, മറിച്ച് നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾക്കാണ്. ബിക്കോസ് വെൻ യു ആർ ഗെറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റി, എക്സ്പ്ലോയിറ്റ് ഇറ്റ്, യൂട്ടിലൈസ് ഇറ്റ്, അതായിരിക്കണം നിങ്ങളുടെ ധർമ്മം. ദെൻ ഓൺലി യു വിൽ ബിക്കം ദ ബെസ്റ്റ് ഡോക്ടേഴ്സ്. പ്രത്യേകിച്ച് എനി ഡോക്ടർ ക്യാൻ ട്രീറ്റ് ദ പേഷ്യൻസ്, ബട്ട് ഗുഡ് ഡോക്ടേഴ്സ് treat the patients. Best doctors treat the disease and patient. അതാണ് ശരിക്കുള്ള ഒരു verb. So you prepare for that and take the challenge and be committed, be professional, be more socially centric people. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് ഈ മോഡേൺ യുഗത്തിൽ എല്ലാവരും ഗൂഗിളും ഇന്റർനെറ്റും അതുപോലെ തന്നെ മൊബൈലും ഗാഡ്ജറ്റും എല്ലാം ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ സമയം നമ്മൾ നീക്കി വെച്ചിട്ട് പഠന കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ ഈ നോളജ് ഡെവലപ്പ് ചെയ്യാനും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഈ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കണം. മറിച്ച് ജീവിതത്തിൽ ആനന്ദത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ചെലവഴിച്ചാൽ യു ആർ not going to become a best doctors. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ, I told you that it's more than 1 lakh doctors coming out of every year, more than 1 lakh doctors coming out. And how many are getting PG? That is another issue. And PG doctors, where they are going, are another issue. So a lot of things are, a complexity is there. So that should be totally analyzed, and you have to prepare and take it as a good profession and ensure that the 5.5 years spending in this institute should be worth, and you have to become the best holistically developed doctors of tomorrow. ഈ സൊസൈറ്റിയിൽ ഓരോ പൾസും നിങ്ങൾക്ക് അറിയാൻ കഴിയണം. ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അവരെ സന്തോഷിപ്പിച്ച് വിടാൻ നമുക്ക് കഴിയണം. വി ഹാവ് ടു ബി ദ ഹീലേഴ്സ് ഓഫ് ടുമോറോ. അതായിരിക്കണം നമ്മുടെ ചലഞ്ച്, അതായിരിക്കണം നമ്മുടെ മോട്ടോ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, we will be giving all kind of support to you, because I know the time is short, so I am not taking much time. The learned Pro Vice Chancellor and Acharya Rajesh ji and the Dr. Sajeev and all other people, your principal, director, all are going to talk. Definitely they will give their own inputs and insight to you. But one thing you have to understand, the world globe is totally stringed and become a small atom. So you can work from anywhere, you can deliver the goods in such a way. But ensure that this is only a time which given by the God. In many of the students and many other people are aspiring this profession, those who are not getting this profession because they are not able to get the admission, maybe because of the various reasons. Upon you are lucky. So that lucky aayittulla ningal, you have to enjoy with fun learning, the same time commitment learning, and that only makes sense in you, and that will become the best, and that will create you the best out of you. My dear friends, lot of infrastructure facility, library facility, clinical facility, all advanced gadgets available here, all very good eminent doctors working over here, those who are having vast experience in the teaching as well as the clinical side. Utilize their experience, discuss with them, interact with them. Our empathy should be there when you deal with the patients, and also communication skill to be developed. Intercommunication is required, networking is required. So many elements come together will create a good doctor. അതിനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവട്ടെ. നിങ്ങളെ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. പ്രത്യേകിച്ച് what you want, that will be provided from the college, and all the faculties, the eminent doctors will give you the right kind of input to you, and your parents, they have to come here frequently. ഞങ്ങൾ കണ്ടുവരുന്ന മറ്റൊരു ഏറ്റവും വലിയ പ്രശ്നം, ഈ നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച്
MBBS പ്രൊഫഷന് ചേർത്തി കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അവരുടെ കടമ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കാറ്. ദാറ്റ് ഈസ് എ റോങ് നോഷൻ, ബിക്കോസ് your improvement, your day-to-day activities to be reviewed and analyzed with the help of doctors, especially by the parents. അപ്പോൾ പാരൻസ് ഇവിടെ അറ്റ്ലീസ്റ്റ് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ അധ്യാപകരെ, ഈ ഡോക്ടേഴ്സിനെ കണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്താൽ, ഐ ക്യാൻ വൗച്ച് യു ഫ്രം ദ മാനേജ്മെന്റ് സൈഡ്, വി വിൽ എൻഷ്യൂർ യു 100% perfection with result. That's the only thing what I can guarantee you. And from the Nehru group of institutions, a very big group where a lot of students and a lot of people are here. So our monitoring, our surveillance, our every kind of activity will be there. Being an institution, rules and regulations, policy will be there. That is only for your benefit, not for our benefit. So take it positively in the right way and ensure that you are also walking in the straight line with the correct posture. Definitely you will become the best. With this note, once again congratulate all of you for giving me the opportunities, and my special thanks to Pro Vice Chancellor who spent his valuable time for coming here and for going to address you, and also Rajesh Ji. The Acharya Rajesh Ji is a very busy person. He just consented and he is here. He will be giving a in-depth knowledge and sense about Indian culture, heritage and the medical system of our country. And also Sajeev, doctor, he is from Thrissur Medical College. He know what's actually happening in the real government colleges. Even yesterday also CM said that all the people are nowadays depending upon the government college. The reason is very simple. Private hospitals banned insurance. The reason government is not paying a single pie to the private hospitals. All the medical college and hospitals having now dues around 600 crores in the state. So that no hospital is able to take up and that serve the patients. So we are also working on an alternative method to attract the patient without much economic problem for them. So that is the reason the people are just shifting from the private hospital to the government hospital. Then the government hospitals are now overcrowded. They are not able to deliver the correct kind of treatment there. So it's an opportunity for you, especially the community medicine team and all the student people, the students those who are going in and around, they can serve the society in such a way. So a lot of opportunities. I am not going to such kind of things. My dear friends, once again thanking for choosing this PKDIMS Institute of Medical Sciences. We are going to honor you with 100% commitment from our end, that we will see that you are shining to be like anything and you will become the best doctors of tomorrow. My father always says that no person or no champion is born overnight. Only through hard work, determination and commitment and passion can do that. So you have to always keep in your mind these 4 factors. Always be honest, always be committed, always be passionate. Definitely you will become the champions, the best doctors of tomorrow. With this note, thanks, special thanks to the parents, those who supported you. And my dear friends, we will work together, we will march together. We will see that you are all going to come out with the flying colors with the 5.5 years from this PKDIMS Institute of Science Medical Portal. Thank you. Have a great day. Jai Hind, Jai Bharat. A profound thanks to you, sir, for your inspiring words that I am certain have evoked a sense of commitment in all our hearts, and for enriching this event with your presence. Our esteemed chief guest, Honorable Pro Vice Chancellor Professor Dr. C.P. Vijayan Sir of the Kerala University of Health Sciences is a man of profound intellect and academic distinction. His journey of excellence began with an MBBS degree from the University of Kerala, Trivandrum, followed by a DGO and MD in obstetrics and gynecology from Mahatma Gandhi University, Kottayam. He further pursued an MPhil in clinical epidemiology from the University of Kerala, Trivandrum. Dr. C.P. Vijayan sir has contributed to many special assignments, including Medical Council of India inspection duties in various states, leading assessments at Cochin and Periyaram medical colleges, and serving as a member of the Kerala State Task Force for Maternal Mortality Reduction. He is the founder, General Secretary of the Kerala Federation of Obstetrics and Gynecology, KFOG, an active participant in medical conferences and a dedicated social worker with NGOs in rural areas. Sir has authored and co-authored over 31 publications. He has received numerous awards, including the Best Teacher Award from Kerala University of Health Sciences, the Atura Seva Award, and the Appreciation Award from Kalaghotam Charitable Trust, Kottayam. With great anticipation, we invite the Honorable Pro Vice Chancellor Dr. C.P. Vijayan Sir to deliver the inaugural address. പ്രൗഢഗംഭീരമായ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ്,
സ്വാഗതം ആശംസിച്ച ഡോക്ടർ ആരതി ആനന്ദ് അമൻ, ബഹുമാന്യനായ ആചാര്യ ശ്രീ രാജേഷ്, ഡോക്ടർ സജീവൻ കെ സി, ഡോക്ടർ പി കൃഷ്ണകുമാർ, ഡോക്ടർ പി തുളസി, ഡോക്ടർ ആർ സി കൃഷ്ണകുമാർ, ഡോക്ടർ സതീഷ് പ്രഭു, പ്രിൻസിപ്പൽ PK Das Institute of Medical Sciences, Dr. A. Srikumar, Surgery Professor, Dr. Jadid Lal, Biochemistry Professor, Dr. PK Ramakrishnan, Anatomy Professor, and ഇവിടെ ഹാജരായിരിക്കുന്ന വിവിധ വകുപ്പ് മേധാവികൾ, ഇന്നത്തെ നവാഗത വിദ്യാർത്ഥികൾ, അവരുടെ പ്രിയങ്കരായ മാതാപിതാക്കളെ, PK Das ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപക സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ സന്നിഹിതരായിരിക്കുന്നത്. ഇവിടെ ആദ്യം പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആയിൽ തുടങ്ങുന്നു ഭാഷ എന്ന മനോഹരമായ കീർത്തനം കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. ഇന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ തീരുമാനപ്രകാരം നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് മാത്രം എന്ന സ്ഥിതി മാറി ഇന്ന് ഭാരതത്തിലെ 11 ഭാഷകളിൽ കൂടി 11 ഭാഷകൾ കൂടി നിങ്ങൾക്ക് വൈദ്യ വിദ്യാഭ്യാസ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബൈലിംഗ്വൽ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും 2024 മുതൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത്. എന്നാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വിൽ കണ്ടിന്യൂ ടു ബി ഇംഗ്ലീഷ്. ബട്ട് നിങ്ങൾക്ക് ഈ ഭാഷകൾ 11 ഔദ്യോഗിക ഭാഷകൾ സ്വാതന്ത്ര്യത്തോടുകൂടി ഉപയോഗിക്കുവാനുള്ള അവസരമുണ്ടാവും. പണ്ടങ്ങനെ ആയിരുന്നില്ല. സ്ഥിതിവിശേഷം മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. തീർച്ചയായിട്ടും ഈ ഭാഷ പഠിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ചെയർമാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച്. തീർച്ചയായിട്ടും നിങ്ങളിൽ ചിലരെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കാണും, അല്ലേ? There may be some students who have joined here having a domicile state in other states. അങ്ങനെയുള്ളവർക്ക് മലയാള ഭാഷ പഠിച്ചെങ്കിലേ ഇവിടെ രോഗികളോട് ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു സൗകര്യം ഇന്ന് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം പഠിക്കുവാനായിട്ട് ഒരു മലയാളം കോഴ്സ് തന്നെ ആരോഗ്യശാസ്ത്ര സർവകലാശാല, കേരളത്തിലെ മലയാളം സർവകലാശാല, നിങ്ങൾ അറിയുമായിരിക്കും അല്ലേ, തിരൂരുള്ള മലയാളം സർവകലാശാലയുമായി ചേർന്ന് മലയാളത്തിൽ പഠിക്കുവാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തിരൂർ തുഞ്ചത്ത് ആചാര്യൻ മലയാളം സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മലയാളം കോഴ്സിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കും. ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാം. 6 ആഴ്ചക്കാലം കൊണ്ട് നിങ്ങളെ മലയാളം സംസാരിക്കുവാനും മലയാള ഭാഷ കൈകാര്യം ചെയ്യുവാനും സാധിപ്പിച്ചെടുക്കുന്ന ഒരു കോഴ്സാണത്. അത് സർവകലാശാല കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഒരു കാര്യമാണ്. ഈ പ്രദേശം PK Das ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നിൽക്കുന്ന പ്രദേശം തുഞ്ചൻ പറമ്പിൽ നിന്നും അധികം ദൂരെയല്ല, അതുപോലെ തന്നെ കിള്ളിക്കുരിശ് മംഗലത്തിൽ നിന്നും അധികം ദൂരെയല്ല, അല്ലേ? മലയാള ഭാഷയുടെ 2 പ്രശസ്തരായ പിതാക്കന്മാർ ആ ഭക്തിയാം വൃക്ഷത്തിൻ്റെ തുഞ്ചത്തു നീട്ടിപ്പാടും തത്തയെ കാണെ കൈരളി തുള്ളിപ്പോയി എന്നാണ് പറയാറുള്ളത്. അവർ രണ്ടുപേരും ഈ സ്ഥലത്തിൻ്റെ സമീപവാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാള ഭാഷ കൈവശപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി MBBS അതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. എങ്കിലും സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ അറിവിലേക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, പണ്ട് കാലങ്ങളിൽ MBBS കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അതിന്
എന്ന് പാസ്സാകണം എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കൂടെ 18ഉം 20ഉം വർഷമായിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കാണാമായിരുന്നു. പക്ഷേ ഇന്ന് അത് സാധ്യമല്ല. നിങ്ങൾ 2024 ഒക്ടോബർ മാസം 14-ാം തീയതി നിങ്ങളുടെ MBBS ക്ലാസ്സുകൾ ആരംഭിച്ചു. 2034 ഒക്ടോബർ 13-നകം നിങ്ങൾ ഡിഗ്രി സമ്പാദിച്ചിരിക്കണം. യു ഷുഡ് ബി ഗ്രാജുവേറ്റഡ് വിത്തിൻ 10 years ഫ്രം ദി കമൻസ്മെൻറ്റ് ഓഫ് ദി കോഴ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, 1-ാം വർഷ പരീക്ഷ അത് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടക്കും നിങ്ങളുടെ പരീക്ഷ. ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 4 ചാൻസുകളാണ് ഉണ്ടായിരിക്കുക. 3 സബ്ജക്റ്റുകളാണുള്ളത്, അനാറ്റമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി പരീക്ഷയ്ക്കുള്ളത്. പക്ഷേ കമ്മ്യൂണിറ്റി മെഡിസിൻ, അതുപോലെ 8 മോഡ്യൂൾ, അത്തരം സബ്ജക്റ്റുകളും കൂടി നിങ്ങൾ 1-ാം വർഷത്തിൽ പഠിക്കുന്നുണ്ടാവും. ഈ 3 സബ്ജക്റ്റുകൾ പാസ്സാകുവാനായിട്ട് നിങ്ങൾക്ക് 4 ചാൻസുകളാണ് ഉണ്ടാവുക. റെഗുലർ പരീക്ഷ 2025 ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഉണ്ടാവും. ആ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 6 to 8 weeks, ഇപ്പോൾ അത് കുറച്ചുകൂടെ കുറയ്ക്കാൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട്, വിതിൻ 4 to 6 weeks there will be a supplementary examination. അത് 2-ാമത്തെ ചാൻസ് ആയിരിക്കും. അതിലും പാസ്സാവാൻ 3 സബ്ജക്റ്റുകളും പാസ്സാകാൻ കഴിയാത്തവർക്ക് 2025 ബാച്ചിൻ്റെ കൂടെ ജനറൽ റെഗുലർ പരീക്ഷ എഴുതാം. അവിടെയും ഒരു പരീക്ഷ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടാവും. അതോടുകൂടി ചാൻസുകൾ അവസാനിക്കും. പക്ഷേ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല, വളരെ വിദഗ്ധരായ അധ്യാപകർ ഇവിടെ ഉണ്ട് എന്ന് ചെയർമാൻ ആണയിട്ട് പറയുകയുണ്ടായി അല്ലേ. തീർച്ചയായിട്ടും PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല വിജയ ശതമാനമുള്ള ഒരു സ്ഥാപനമാണിവിടെ. തീർച്ചയായിട്ടും പ്രശംസനീയമായ വിജയങ്ങൾ കയ്യെത്തിപ്പിടിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്ന് പാസ്സായി പോയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവില്ല. എങ്കിലും നമുക്കറിയാം ചില ആളുകളെങ്കിലും സ്ലോ ലേണേഴ്സ് ആയിരിക്കും. അത് അവരുടെ കഴിവ് കേടുകൊണ്ടല്ല, അത് നമ്മൾ പറയാറുണ്ടല്ലേ, ഡിഫറൻ്റ്ലി ഏബിൾ ആയിരിക്കും അവർ. ബിക്കോസ് ദേ മേ ബി ഹാവിങ് സം അതർ ക്വാളിറ്റീസ് ഓർ സം അതർ എബിലിറ്റീസ്. അപ്പോൾ പഠന കാര്യത്തിൽ ചിലപ്പോൾ ഒരു സ്ലോ ലേണിംഗ് പ്രോസസ്സ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഇൻറ്റേർണൽ എക്സാമിനേഷൻ സമയത്ത് തന്നെ അക്കാര്യങ്ങൾ മനസ്സിലാകും. തീർച്ചയായിട്ടും അധ്യാപകർ അവരുടെ ആ പേസ് വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ എടുക്കും അല്ലേ. അതാണ് കണ്ടുവരുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു തവണ അത് ശരിയായില്ല എന്ന് തോന്നിയാൽ ചാൻസുകൾ ദുരുപയോഗം ചെയ്യാതെ നമുക്ക് പാസ്സായി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ അറ്റൻഡൻസിൻ്റെ കാര്യം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. 75% അറ്റൻഡൻസ് തിയറിക്കും 80% അറ്റൻഡൻസ് പ്രായോഗിക പരിശീലനത്തിലും പ്രാക്ടിക്കൽസിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. മെഡിക്കൽ സ്ട്രീമിൽ കൺഡൊണേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. 75% തന്നെ വേണം തിയറിക്ക്, 80% തന്നെ വേണം പ്രാക്ടിക്കലിന്. പോരാത്തതിന് ഒരു കാര്യം കൂടി, നോൺ എക്സാമിനേഷൻ ഗോയിങ് സബ്ജക്ട്സ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പരീക്ഷ എഴുതുന്നത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്നീ 3 സബ്ജക്റ്റുകളാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഉണ്ട്. അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ മെഡിസിൻ, സർജറിയൊക്കെ ഉണ്ടാവും. നോൺ എക്സാമിനേഷൻ ഗോയിങ് സബ്ജക്ട്സിനും ഇതുപോലെ 75% തിയറിക്കും 80% പ്രാക്ടിക്കലിനും അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യുവാൻ, എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ആദ്യം തന്നെ അത് ശരിയായ ട്രാക്കിൽ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബുദ്ധിമുട്ടില്ലാതെ പാസ്സാകാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം സംജാതമാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകർ ഇത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിനെ ഒന്ന് അടിവരയിട്ട് ഉറപ്പിക്കുക മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ചെയ്തത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യൂണിവേഴ്സിറ്റിയുടെ ആന്തം നിങ്ങളെല്ലാവരും കേട്ടു അല്ലേ, സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ആന്തത്തിൻ്റെ അടിസ്ഥാന ഘടകം.
നിങ്ങളെല്ലാവരും പഠിക്കുന്നത് തന്നെ അതിനാണല്ലേ? ലോകം മുഴുവൻ സുഖം പകരാനായിട്ടാണ്. ആരോഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേവലം അസുഖമില്ലാത്ത ഒരവസ്ഥ മാത്രമല്ല, എന്നാൽ ശരീരത്തിനും മനസ്സിനും അതുകൂടാതെ സമൂഹത്തിനും സുഖമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്ന് നിങ്ങളിനി കമ്മ്യൂണിറ്റി മെഡിസിനിലെല്ലാം പഠിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ സുഖം പകരാനായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്ന നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള വിജയാശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പടികൾ ഒരുപാട് പടികൾ കയറാനുള്ളവരാണ്. ആ പടികളുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിങ്ങൾ എത്തിച്ചേരട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവേ ഭവന്തു സുഖിന. Thank you, sir. We extend our appreciation for your enlightening words. We would like to request our respected Chairman and Managing Trustee, Advocate Dr. P. Krishnadas, sir, to hand over a token of gratitude to the Honorable Pro Vice Chancellor, Dr. C.P. Vijayan, sir, on behalf of our entire institution. Thank you, sirs. We have with us today Acharya Sri Rajesh, a renowned Vedic scholar and social reformer dedicated to reviving Vedic heritage. He founded the Kashyapa Veda Research Foundation in Kozhikode and is widely known as Vedacharya. He has authored 105 books on Vedic philosophy in both Malayalam and English. He organized Kerala's first Somayagam, fostering inclusive participation. In 2022, he built India's first Veda and Hindu Agni temples in Kozhikode. Acharya Sri has also received numerous prestigious awards, including Acharya Sreshta, Vedavachaspati, and Veda Samskarya Acharya. He continues to work passionately towards the research, preservation, and promotion of Vedic knowledge. We now welcome Acharya Sri Rajesh for his valuable words of blessings. My dear friend and the Honorary Trade Commission of Mauritius, India, Chairman, Managing Trustee, NGI, Advocate Dr. P. Krishnadas, our inaugural addressee, Dr. C.P. Vijayan, the Pro Vice Chancellor of Kerala University, and many other dignitaries, Dr. P. Krishna Kumar, Dr. P. Tulasi, Dr. Sajeevan, and many other great dignitaries here, and the parents and children. You are going to enter into the field of energy, vitality, and health. So, നമ്മുടെ ഈ ഒരു മഹത്തായ ഒരു അവസരത്തിൽ ആക്ച്വലി ഐ തിങ്ക് ഡോക്ടർ വിജയൻ സാർ ഇവിടെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐ തോട്ട് മെനി ടൈംസ് അബൌട്ട് ദിസ്. പ്രത്യേകിച്ച് ഈ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇഷ്യൂ ജപ്പാനിൽ പോലുള്ള രാജ്യങ്ങളിൽ അതുപോലെ ഇസ്രായേലിലുമൊക്കെ പഠിപ്പിക്കുന്നത് അവരുടെ ലാംഗ്വേജിലാണ്, ഹിബ്രുവിലും ജാപ്പാനീസ് ഭാഷയിലുമാണ് മെഡിസിൻ പഠിക്കുന്നത്. അതിൽ ഉപരിയായിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടത്, കൊറിയയിൽ ഇംഗ്ലീഷേ അറിയുന്നവരില്ല, പക്ഷേ അവിടുത്തെ സാംസങ്ങും കിയാ കാറും ഒക്കെ നമ്മുടെ നാട്ടിൽ എത്തുന്നുണ്ട്. സോ പക്ഷേ ചൈന ഇപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് അവർക്കൊരു വലിയ തടസ്സമാണ്. ഇന്ത്യയെ തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ആളുകൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് അറിയാം. അതാണ് ചൈനയുടെ ഒരു വിഷമം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ ഭാഷയിലൂടെ ഇതിപ്പം കുറച്ച് ആൾക്കാർ ഇവിടെ മലയാളം പഠിക്കണം എന്ന് പറഞ്ഞത്
മലയാളം എന്നല്ല ഏത് ഭാഷയും നമ്മൾ അതത് പ്രദേശത്ത് പഠിക്കുമ്പോൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയ ആളാണ്. അതായത് ഞാൻ ആധുനികമായ വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്, അതോടൊപ്പം പ്രാചീനമായ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച ആളുമാണ്. അങ്ങനെ 2 തരത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ 2 പഠനങ്ങളിൽ നിന്ന് എനിക്ക് ഈ 2 അനുഭവങ്ങളുണ്ട്. അതായത് ഗുരുകുലത്തിൽ എങ്ങനെയാണോ പഠിക്കുന്നത്, ഭിക്ഷയൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ള ആളാണ്, അതേപോലെ കോളേജിലും പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഏതൊരു വിദ്യാർത്ഥിയും പാരൻസും ഒക്കെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, തുടങ്ങി വയ്ക്കായിക ബുദ്ധി തന്നെ ആദ്യ ലക്ഷണം, തുടങ്ങിയാൽ അത് മുഴുമിക്കുക പിന്നെ അതിൽ ലക്ഷണം. ഏത് കാര്യം തുടങ്ങി വെക്കാതിരിക്കുന്നത് ബുദ്ധിയുടെ ഒരു ലക്ഷണമാണ്. തുടങ്ങുകയാണെങ്കിൽ അത് മുഴുമിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇന്ന് നമുക്ക് ധാരാളമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഡിസ്ട്രാക്ഷനുള്ള കാലത്ത് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് ലോകം കാണുന്ന പ്രശ്നം. ഫേസ്ബുക്കിൻ്റെ ഓഫീസിൽ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. അത് ഹുക്ക്ഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് എഴുതിയ നീർ ഇയാൽ എന്ന് പറയുന്ന ഒരാളാണ്. നമ്മളെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അല്പം മുമ്പേ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ ഡോക്ടർ പി കൃഷ്ണദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഫോണുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്, എല്ലാവർക്കും തലവേദനയാണ്. ആളുകളെ അതിലേക്ക് ഹുക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നാണ്, ഹൗ ടു ഹുക്ക് വിത്ത് യുവർ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ he got a lot of criticism, so he wrote another book, this Indistractable, Near Real, that also wonderful book. എങ്ങനെയാണ് ആധുനിക കാലത്ത് ഇൻഡിസ്ട്രാക്റ്റബിൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ MBBS എന്നല്ല, ഈ ലോകത്ത് പഠിക്കുന്ന ഏത് വിദ്യാർത്ഥികളും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇതിനോടുള്ളൊരു ആകർഷണം. നമുക്കിത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കാൻ, നമ്മൾ ചെയ്യുന്ന പഠനത്തിലായാലും ശരി, ജോലിയിലായാലും ശരി, ചെയ്യുന്നത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഗുരുകുലത്തിൽ പഠിച്ചപ്പോൾ രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം, കുളിക്കണം, അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ ഉണ്ട്, വളരെ കുറഞ്ഞ ഭക്ഷണമേ കിട്ടുള്ളൂ, വളരെ കുറച്ച് ഭക്ഷണമാണ് കിട്ടുന്നത്. ഒരുപാട് നല്ല രീതിയിൽ ആളുകളെ സെർവ് ചെയ്യണം, സേവിച്ചിട്ടാണ് കിട്ടുന്നത്. എല്ലാ അറിവുകളും സേവനത്തിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് വിനയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. വിദ്യ വിനയസമ്പന്ന എന്നാണ്. അതിന് വേറെ മലയാളം ഒന്നും ആവശ്യമില്ല. വിദ്യ കൊണ്ട് നിങ്ങൾക്ക് വിനയം ഉണ്ടാവും. വിദ്യ ഉണ്ടെങ്കിൽ വിനയം ഉണ്ടാവണം. വിനയം കൊണ്ടാണ് നമുക്ക് ധനം ഉണ്ടാകുന്നത് എന്നാണ്. അത് ഏത് സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് മതത്തിലോ ജാതിയിലോ ലിംഗത്തിലോ ഏതിലും പെട്ട ആളായിക്കോട്ടെ, നമുക്ക് അല്പം ഒരു ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പതുക്കെ നമ്മളെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് പലതും പഠിച്ചെടുക്കാൻ പറ്റും. ബുക്കിഷ് നോളജ് മാത്രമല്ല ഉള്ളത്. ഇന്നിപ്പോൾ AI വന്നു. ഇപ്പം ഞാൻ ഒരു മെയിലിന് മറുപടി അയക്കുന്നത് ഒരിക്കലും സ്വന്തമായി കമ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് സോ ആൻഡ് സോ അയച്ച മെയിൽ ചെയ്യുന്നു, ഞാനതിൽ പേസ്റ്റ് ചെയ്യുന്നു, ഗിവ് എ റിപ്ലൈ ടു ദിസ്, അതിൽ ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്യണം, ഇത്രേ കൊടുക്കണ്ടു. ആസ് ഇന്നയാൾ എന്ന രീതിയിലും കൊടുക്കണം, ഇത്രേ കൊടുക്കണ്ടു. സോ ദ മെയിൽ കം. അതുമാത്രമല്ല, ഇന്നിപ്പോൾ നിങ്ങളെ മെഡിക്കൽ ഫീൽഡിലുള്ള ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ എൻ്റെ ഡോക്ടർ പോലും പേടിച്ചാണ് മരുന്ന് എഴുതുന്നത്. കാരണം ആദ്യം തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും, ഇതിനകത്ത് എന്തെല്ലാം ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്ന ഒരു കാലത്ത്, അതായത് മെഡിക്കൽ രംഗം പരിപൂർണമായും ജനറലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ, ഞാൻ ഗുരുകുലത്തിൽ പഠിച്ചപ്പോൾ എൻ്റെ ആചാര്യൻ എനിക്ക് പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യമുണ്ട്. ചിലർ ബുക്കിഷ് ആയിട്ട് പഠിക്കുന്നവരാണ്, എന്ന് പറഞ്ഞാൽ തിയറി വേഗം പഠിക്കുക, പുസ്തകം വായിച്ച് പഠിക്കുക. ചിലർ കേട്ടാ പഠിക്കുന്നത്, നമ്മൾ കേൾവി കൊണ്ട് പഠിക്കും. ചിലർ കണ്ടാണ് പഠിക്കുന്നത്. ഈ 3 കാര്യങ്ങളും നമ്മൾ ചിലത് സ്പർശിച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് ഈ 4 കാര്യങ്ങളിലും നമുക്ക് എക്സ്പേർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, ക്യൂരിയോസിറ്റി സ്ട്രീം ഉണ്ട്, അങ്ങനെ 100 സൈറ്റുകൾ, OTT പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്കിപ്പോൾ എന്തിനെക്കുറിച്ചും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സർജറിയെക്കുറിച്ച് പഠിക്കാനും എന്തിനെക്കുറിച്ച് പഠിക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ പോസിറ്റീവായി നമ്മൾ സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇലോൺ മസ്ക് പറഞ്ഞത് എന്താണ്? ഇലോൺ മസ്ക് പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമായിട്ടുള്ള ഒരു ധാരണയല്ല വേണ്ടത്. യു ഹാവ് ടു ലേൺ സോ മെനി അതർ സബ്ജക്ട്സ് ടു. പുള്ളി ഇലക്ട്രിക്കൽ സംവിധാനം ഉപയോഗിച്ചു, മെക്കാനിക്കൽ സാധനം ഉപയോഗിച്ചിട്ട് പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല, വിത്തൗട്ട് പെട്രോൾ ആൻഡ് ഡീസൽ ദേ ബ്രോട്ട് ഔട്ട് ബാറ്ററി കാർസ്, ഇലക്ട്രിക് കാർസ്. സോ ഹീ ഈസ് തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രാചീന ഭാരതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒന്നും സാധാരണഗതിയിൽ കേൾക്കാത്ത കാര്യങ്ങളാണ്. ഇന്ത്യയിൽ പ്രധാനമായി ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലകൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയ സർവകലാശാല നമ്പർ 1 ഈസ് തക്ഷശില. അവിടുത്തെ അലുമിനിയാണ് ചരകൻ. ചരകനാണ് അവിടുന്ന് പഠിച്ചത് ഒരാൾ. സോ ആ അലുമിനെ ചില്ലറക്കാരനല്ല എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഫിസിഷ്യൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞാലേ ഒരാൾക്ക് ചികിത്സിക്കാൻ പറ്റൂ. ചരകൻ പറഞ്ഞ വാക്കാണ്. പിന്നീട് ഇത് യൂറോപ്യൻസ് പലരും ഇതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ അദ്ദേഹത്തിൻ്റെ കോട്ട് പല യൂറോപ്യൻ പുസ്തകങ്ങളിൽ ഞാൻ കണ്ടു. യൂറോപ്യൻ ഓത്തേഴ്സും ഈ കോട്ട് എടുത്ത് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തക്ഷശിലയിൽ നിന്നാണ് വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന അർത്ഥശാസ്ത്രം എഴുതിയ ആൾ, ദ മാക്കിയവെല്ലി ഓഫ് ഇന്ത്യ എന്ന് വിദേശീയരും നമ്മൾ തിരിച്ചും പറയുന്ന വിഷ്ണുഗുപ്തൻ. വിഷ്ണു ശർമ്മൻ എന്നൊരു വേറൊരാളുണ്ട്, പഞ്ചതന്ത്രം കഥകൾ. അതേപോലെ വ്യാകരണത്തിൻ്റെ ഗ്രാമേറിയനായിരുന്ന പാണിനി. എല്ലാവരും തക്ഷശിലയിലാണ്, ഇന്നത്തെ പാകിസ്ഥാനിലാണ് തക്ഷശില. രണ്ടാമത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നളന്ദയിലായിരുന്നു. നളന്ദയിലെ യൂണിവേഴ്സിറ്റിയിൽ ഞാനിവിടെ വരുമ്പോൾ ആ പുസ്തകത്തിലെ വരികളാണ് ഞാൻ വായിക്കുമ്പോൾ ഓർമ്മയിൽ എനിക്ക് വന്നത്. ഹ്യുയാൻസാങ് എഴുതിയ ഒരു വരിയുണ്ട്. ഹ്യുയാൻസാങ് ഇന്ത്യയിൽ പഠിക്കാൻ വന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ പഠിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ അഡ്മിഷൻ കിട്ടില്ല. ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് പാസ്സാവണം. ഈ എൻട്രൻസ് ടെസ്റ്റുകൾ നടത്തിയിരുന്നത് മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വെച്ചാണ്. അവിടെ നിന്ന് പാസ്സായിട്ട് ഇവിടെ വന്ന് മറ്റൊരു ടെസ്റ്റ് എഴുതി പാസ്സായാലേ ഇവിടെ അഡ്മിഷൻ കിട്ടൂ. അങ്ങനെ ഇവിടെ 18,000 സ്റ്റുഡൻസ് പഠിച്ചിരുന്നു നളന്ദയിൽ. 8,000 അധ്യാപകന്മാരുണ്ടായിരുന്നു. 100 ഹാളുകളിൽ, ഇത് ഹ്യുയാൻസാങ് എഴുതിയതാണ്, ഹ്യുയാൻസാങ്ങിൻ്റെ വരിയാണിത്. 100 ഹാളുകളിൽ ഒരേ സമയത്ത് 100 ലെക്ചറുകൾ നടക്കുന്നുണ്ടായിരുന്നു. 3 പ്രധാന ലൈബ്രറികൾ ഉണ്ടായിരുന്നു. ഒരു ലൈബ്രറിയുടെ പേര് രത്നഗർഭ, രത്നദധി, രത്നസാഗര. ഈ 3 ലൈബ്രറിയിൽ ഒരു ലൈബ്രറി 9 സ്റ്റോറീഡാണ്, 9 സ്റ്റോറികളുള്ളതാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് പഠിക്കാൻ വരികയും ഇന്ത്യ വളരെ സമ്പന്നമായ ഒരു രാജ്യമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രീക്കിൽ നിന്ന് പണം വരുന്നു. ഏതാണ്ട് 240 കപ്പലുകളാണ് ഒരേ സമയത്ത് മൺസൂണിനെ ആശ്രയിച്ച് ഗ്രീക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. ഏതാണ്ടാണ് കോട്ടയത്തൊക്കെ ധാരാളമായിട്ട് നമുക്ക് സ്വർണ്ണങ്ങൾ കിട്ടുന്നത്. ഇപ്പോഴും സ്വർണ്ണ നാണയങ്ങൾ കിട്ടുന്നുണ്ട്. 1 മില്യൺ സ്വർണ്ണ നാണയമാണ് കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് വെച്ച് കിട്ടിയത്. അപ്പോൾ ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ കിട്ടുന്നത് കാരണം ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം ദ സെൻറ്റർ ഓഫ് എ കൾച്ചറൽ ഹെറിറ്റേജ്, ദ സെൻറ്റർ ഓഫ് നോളജ്. പീപ്പിൾ കെയിം ഹിയർ ടു ലേൺ. എന്താണ് അവർ പഠിക്കാൻ വന്നത്? അവർ പഠിക്കാൻ വന്ന പ്രധാന ശാസ്ത്രങ്ങൾ 1 വൈദ്യമാണ്, 2 മാത്തമാറ്റിക്സ് ആണ്, ആര്യഭട്ടൻ, ഭാസ്കരാചാര്യ 2 തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാർ ഇവിടെ വരികയും ഇവിടെ ഉണ്ടാവുകയും ഇവർ പഠിച്ച് പുതിയ പുതിയ സയൻസ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ വാസ്തുശില്പം ഉൾപ്പെടെ ഇന്ത്യ കയറ്റി അയക്കാൻ തുടങ്ങി. അത് വാസ്തുശില്പം ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡ് ഇന്ന് ടൂറിസത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യൻ വാസ്തുശില്പം ഉള്ളതുകൊണ്ടാണ്. ദി എൻറ്റയർ തായ്ലൻഡ് ഈസ് സർവൈവിങ് ജസ്റ്റ് ബിക്കോസ് ഇന്ത്യ എക്സ്പോർട്ടഡ് ദി ആർക്കിടെക്ചർ ടു ദം. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്ന മുഴുവൻ ഇതാണ്. ദെൻ യു ഗോ ടു കംബോഡിയ, the biggest Hindu temple in the entire world. How they are surviving Cambodia? Just because India gave them. ഏറ്റവും പ്രധാനം, ചൈനയിൽ ധാരാളം ആളുകൾ ഇന്ത്യയിൽ വന്ന് പഠിച്ചു പോവുകയാണ്. ധാരാളം ആളുകൾ, മെഡിസിൻ ഉൾപ്പെടെ എല്ലാം ഇവിടെ വന്ന് പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇത്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ഇത്സിംഗ്.
ഹ്യുയാൻസാങ് 2 പേര് എഴുതിയിരിക്കുന്ന യാത്രാ വിവരണങ്ങളിൽ അവർ പറയുന്നത് ഇന്ത്യ വാസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഉണ്ടായിരുന്ന ഭാരതത്തിനൊരു പേരുണ്ട്. ആ ഭാരതത്തിലാണ് നമ്മളുള്ളത്. ഭ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. ഭായിൽ രതിക്കുന്നത്, ജ്ഞാനത്തിൽ രമിക്കുന്ന ഭൂമിയാണ് ഭാരതം. അതുകൊണ്ട് ഇവിടെ നിന്ന് ധാരാളം ആളുകൾ വന്നു. ഈവൻ ഇന്ത്യ എക്സ്പോർട്ടഡ് ഐഡിയാസ് ടു മെനി പീപ്പിൾ. ഈയിടെ വില്യം ഡാർലിംപിൾ എന്ന് പറഞ്ഞിട്ടൊരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈയിടെ ഹോട്ട് കേക്കാണ് ആ ബുക്ക്, ദ ഗോൾഡൻ റോഡ് എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം നമ്മളൊക്കെ വായിച്ചു നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ പൂർവികർ എത്ര ബ്രില്യൻ്റായ ആളുകളാണ്. ആൽജിബ്ര, ഹൗ ദേ എക്സ്പോർട്ടഡ് ദീസ് തിങ്സ് ടു അഫ്ഗാനിസ്ഥാൻ. ദെൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് monks converted to Islam became wazirs of Baghdad, and then wazirs gave mathematics to Iran. അപ്പോൾ നമ്മൾ how they exported all such knowledge to them. നമ്മൾ മനസ്സിലാക്കേണ്ടത് 15ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ GDP 25% ആണ്, while British 1.5%. When they entered India, India became 0, 1.2, and Britain became 25%. This is Angus Madison, ഒരു economist ഉണ്ട്. അദ്ദേഹം പറഞ്ഞതാണിത്. 15ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ GDP 25%, ചൈനയുടേത് 26%. 17ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇന്ത്യ 26.5% GDP കോൺട്രിബ്യൂട്ട് ചെയ്തു വേൾഡിന്. ആൻഡ് സോ സ്ലോലി ബ്രിട്ടീഷ് കെയിം. നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നശിക്കാൻ തുടങ്ങി. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പല സംഗതികളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈവൻ സർജറി സ്റ്റോപ്ഡ് ഫോർ എവർ. പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. ദി ഹിസ്റ്ററി ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്നൊരു പുസ്തകം തന്നെയുണ്ട്. നമ്മളത് വായിക്കണം. വേർ ഹൗ ഇന്ത്യ ഇൻവെൻറ്റഡ് പ്ലാസ്റ്റിക് സർജറി ദർ. ഇറ്റ്സ് നോട്ട് എ ബോഗസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ സ്യൂഡോ സയൻസ്. ഇറ്റ്സ് ഒറിജിൻ ഈസ് ലൈക്ക് ദാറ്റ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ പഴയത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞതല്ല. എല്ലാ അറിവുകളും സ്ലോലി പ്രോഗ്രസ് ടു റിഫൈൻ ഇറ്റ്. ഹൗ ടു റിഫൈൻ എ നോളജ്. എല്ലാ സംഗതികളും ഒരു ദിവസം രാവിലെ ഉണ്ടാക്കുന്ന ഒരു കണ്ടുപിടുത്തമല്ല ആപ്പിൾ. ആപ്പിളിൻ്റെ ഫോണ് ഫൈൻ മോർണിംഗിൽ ഉണ്ടായ ഒരു സംഗതിയല്ല. ദർ ഈസ് എ സ്ലോ ഇവല്യൂഷൻ ടു ദെയർ. ആ സ്ലോ ഇവല്യൂഷനുള്ള പശ്ചാത്തലം പരിസരങ്ങൾ ഉണ്ടായിരുന്നു. ആ പരിസരങ്ങൾ ഒരുക്കി ചേർന്നാണ് നമുക്ക് പതുക്കെ പതുക്കെ നോളജുകൾ, എല്ലാ നോളജും ഉണ്ടാകുന്നത്. ഈ ടെക്നോളജി ആയാലും ശരി, ഇൻഫർമേഷൻ ആയാലും ശരി, ഏതിലായാലും ശരി, അങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് പറയാം. വളരെ 2-3 വാക്കിലേ പറയാനുള്ളൂ. അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ അതിന് ഹാർഡ് വർക്ക് അല്ലാതെ വേറെ യാതൊരു മാർഗവും എൻ്റെ അറിവിലില്ല. എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ വന്നിട്ട് പറയും പ്രാർത്ഥിക്കണേ. അപ്പം ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷേ നീ പഠിച്ചാലേ പാസ്സാവുള്ളൂ. അത് വളരെ മുഖ്യമായ ഒരു കാര്യമാണ്. 1. 2, നമുക്കൊരു പാഷൻ വേണം. ജീവിതത്തിൽ ഒരു പാഷൻ ഇല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് ഈ മേഖലയിൽ വിജയിക്കണം, ഞാൻ ഈ മേഖലയിൽ വിജയിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു ആർജവം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അത് നമുക്ക് പാരൻസിൽ നിന്നോ അധ്യാപകന്മാരിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ചെയ്യാം, എന്നല്ലാതെ നമ്മളെ ഉള്ളിലില്ലാത്തത് പുതുതായി ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ നിർബന്ധമായും നമുക്കിതൊരു പാഷൻ ആവണം. നമ്മൾ 24 മണിക്കൂർ ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ഇപ്പം ഞാൻ വൈദിക വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റായ സ്റ്റഡീസ് എങ്ങനെയാണ് എൻ്റെ ആൻഷ്യൻ്റായ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ പറയുന്നുണ്ടോ, അതെങ്ങനെയാണ് പറയുന്നത്, ഹൗ ദേ ആർ പ്രാക്ടീസിങ് ഇറ്റ്. എക്സ്പെഷ്യലി ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ, ഈ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങളുടെ പല തിയറീസും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന തിയറികളാണ്. ആ തിയറികൾ ഞാനിതിപ്പം ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു അവസരം അല്ലാത്തതുകൊണ്ടാണ് ഞാനത് കൊണ്ടുവന്ന് കാണിക്കാതിരുന്നത്. ലിറ്ററേച്ചറിൽ ഇപ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, മോഡേൺ ലിറ്ററേച്ചർ, പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ
അതൊക്കെ എവിടെയാണ് തുടങ്ങിയത് എന്നുള്ളത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മെനി ഐഡിയാസ് കെയിം ഇൻ ദ ലേറ്റ് 15th century ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. പക്ഷെ ആരും അത് കാണുന്നു പോലുമില്ല. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളോട് മൈൻഡ് സയൻസിൻ്റെ കാര്യം എടുത്താൽ ഈ മൈൻഡ് സയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ, ഒരു വലിയ സബ്ജക്റ്റാണ്. മൈൻഡ് സയൻസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രശാഖകൾ വളരെ വലുതാണ്. ഞാനിതെല്ലാം ഇന്ത്യയിലുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം ഈവൻ ഇൻ്റഗ്രൽ തിങ്കിങ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോജക്റ്റ് ഇപ്പം അയാൾ അറിയപ്പെടുന്നത് ഐൻസ്റ്റീൻ ഓഫ് മൈൻഡ് സയൻസ് എന്ന്, കെൻ വിൽബർ. ഇൻ്റഗ്രൽ ലൈഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് തന്നെയുണ്ട്. ആ എൻറ്റയർ പ്രൊജക്റ്റ്, ആ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞ് ഞെട്ടിപ്പോവും. ഹീ അസിമിലേറ്റഡ് ഓൾമോസ്റ്റ് ഓൾ ഐഡിയാസ് ഫ്രം അരവിന്ദോ ഘോഷ് വിത്തൗട്ട് ഹിസ് നെയിം, വിത്തൗട്ട് എനി ക്രെഡിറ്റ്, totally assimilated. And Carl Gustav Jung, he took almost everything from Indian idea, Indian cognitive theories. Enough proofs are there to prove. His own letters are there, his own diary is there. T.S. Eliot, അദ്ദേഹത്തിനാണ് നോവൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹം എഴുതിയൊരു ഒരു കവിതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യൻ സോഴ്സിൽ നിന്നാണ് എനിക്ക് ഇത്രയധികം വിവരമുണ്ടായത്. അദ്ദേഹം വേസ്റ്റ് ലാൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് വിന്നിങ് കവിത. ആ കവിതയിൽ അദ്ദേഹം പറയുന്നത് ദത്ത ദമ്യത ദയദ്വം, 3 words he took from ബൃഹദാരണ്യകോപനിഷത്ത്. ആൻഡ് സോ മെനി അതർ പീപ്പിൾ ആർ ദർ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിത് പഠിക്കണം. നമുക്ക് എന്തായിരുന്നുവോ ഉണ്ടായിരുന്നത്, പുതിയ അറിവിൻ്റെ, പുതിയ സാങ്കേതിക ലോകത്തിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങളിതെല്ലാം പഠിച്ചെടുക്കുകയും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർമാരെ കിട്ടാനില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല ഡോക്ടർമാർ, ഞങ്ങളുടെയൊക്കെ പേഴ്സണൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ വിളിച്ചു പറയുമ്പോൾ അവർ അതിനോട് പറയും, അത് ഇന്നതാണ് തൻ്റെ കുഴപ്പം. അല്ലെങ്കിൽ നമ്മളെ ഭാര്യയോട് പറയുന്ന അത്രയധികം പേഴ്സണൽ റിലേഷൻഷിപ്പുള്ള ഡോക്ടേഴ്സ്. എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യം, ഈയിടെ സംഭവിച്ചൊരു കാര്യത്തിൽ നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിൽ അകലം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാവുകയാണോ ഈ അഭയ പോലുള്ള കേസ് കൊണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരരുത്. നിങ്ങൾ മനുഷ്യരോട് എമ്പതി ഉള്ളവരായിരിക്കണം. സിമ്പതി അല്ല, എമ്പതി ഉള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഈ സമൂഹത്തിന് അനേകം ഭിഷഗ്വരന്മാരുടെ, വൈദ്യന്മാരുടെ, ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട്, നമ്മുടെ തനിമയെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ ഒറിജിനലായിട്ടുള്ള വേരുകളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ച ആത്മമിത്രത്തിന് എൻ്റെ ആത്മനമസ്കാരം പറയുന്നു. എന്നെ കേട്ടിരുന്ന, എന്നെ സഹിച്ച എൻ്റെ ശ്രോതാക്കൾക്കും, കുറച്ച് എൻ്റെ ശിഷ്യന്മാരുണ്ട്, അവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻ്റെ ആത്മനമസ്കാരം. Thank you, sir. We extend our appreciation for your enlightening words. We would like to request our respected chairman and managing trustee, Advocate Dr. P. Krishnadas, sir, to hand over a token of gratitude to Acharya Shri Rajesh, sir. Thank you, sir. It is our privilege to have with us today Dr. Sajeevan Casey, an esteemed academician and professor and head of the Department of Biochemistry at Government Medical College, Thrissur. He completed his MBBS at Government Medical College, Thrissur in 1993 and began his career as a lecturer in biochemistry at Government Medical College, Kozhikode in 2004. With 20 years of distinguished teaching experience, Dr. Sajeevan sir also served as Vice Principal at Government Medical College, Idukki until 2022. He has held key positions including KGMCTA Secretary,
PTA Secretary and Medical Education Unit Coordinator at Government Medical College, Idiki. A renowned author, he has published 15 papers in various academic journals. We now invite Dr. Sajeevan K.C. Sir to grace us with his words. Very good morning to all. ആദരണീയായ വൈസ് ചാൻസലർ സി പി വിജയൻ സാർ, പ്രിൻസിപ്പൽ സതീഷ് സാർ, ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് ആൻഡ് CEO Dr. P. Krishnakumar, my friends Dr. R.C. Krishnakumar, Dr. Jagatlal, Dr. Haridas Viti, and other dignitaries on the stage and off the stage. ആദ്യമായി ഈ വർണ്ണാഭമായ ചടങ്ങിന് രാജേഷ് സാറിൻ്റെ കൂടെയും അതേ വിജയ് സാറിൻ്റെ കൂടെയും വേദി പങ്കിടാൻ എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് R.C. കൃഷ്ണകുമാറിനോട് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കും മാർക്കും കരസ്ഥമാക്കി PKDIMS മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ ഈ നിർണായക വിജയങ്ങളിൽ കൂടെ നിന്നിട്ടുള്ള രക്ഷകർത്താക്കളെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജുകളിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ ചെയ്യുക എന്നുള്ളത്. PKDIMS മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ പ്രവേശനം ലഭിച്ചതിലൂടെയാണ് വിദ്യാർത്ഥികൾ അവരുടെയും രക്ഷിതാക്കളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത്. അവരെ ഞാൻ ഒന്നുകൂടി ഈ അവസരത്തിൽ അനുമോദിച്ചു കൊള്ളുന്നു. ഈ വേദിയിൽ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷകർത്താക്കളും കൂടിയുണ്ട്. ഇതിനു മുന്നേ സംസാരിച്ച രാജേഷ് സാറും വിജയൻ സാറും കുറേ കാര്യങ്ങളൊക്കെ എല്ലാം വിശദമാക്കി തന്നതാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കോഴ്സിനെക്കുറിച്ചും സിലബസിനെക്കുറിച്ചും ചില കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വിജയൻ സാറ് പറഞ്ഞിരുന്നു 2019 ബാച്ച് തൊട്ടാണ് NMC CBME ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഓർഡിനറി കരിക്കുലത്തിൽ നിന്ന് CBME കരിക്കുലം മാറുന്നത് ഫാക്കൽറ്റി ഓറിയൻറ്റഡ് കോഴ്സിൽ നിന്ന് ലേണർ ഓറിയൻറ്റഡ് കോഴ്സിലേക്കാണ് പോകുന്നത്. NMC ഇംപ്ലിമെൻറ്റഡ് ലോട്ട് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ലേണിംഗ് മെത്തേഡ്സ്. അപ്പോൾ NMC പറയുന്നത് 1/3 by lectures, rest of the thing will be discussed by small group learning ആണ്. ഫെസിലിറ്റി then students oriented learning process ആണ്. വിജയൻ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാറ് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞ കാരണം ഇപ്പോൾ പാരൻസിനൊക്കെ ഇതിൽ എത്രമാത്രം അത് ഡൈജസ്റ്റഡ് ആയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 NMC 2019 ബാച്ച് തൊട്ടാണ് NMC CBME കരിക്കുലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ കുറേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നപ്പോൾ വളരെ ലിബറൽ ആറ്റിറ്റ്യൂഡായിരുന്നു. 1986 ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. എൻ്റെ ഫ്രണ്ട് ഹരിദാസ് ഉണ്ട്. ഹരിദാസ് 1985 ബാച്ച്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു 1981 ബാച്ച്. ആളൊരു 25 വർഷം എടുത്തു
MBBS ബിരുദം പൂർത്തിയാക്കാനായിട്ട്. എൻ്റെ ക്ലാസ്മേറ്റ്സ് 15 വർഷം എടുത്തു MBBS പൂർത്തിയാക്കാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ ലിബറലായിരുന്നു. പക്ഷേ KUHS വന്നപ്പോൾ കുറേയധികം നിബന്ധന കുറച്ചും കൂടിയും സ്ട്രിക്റ്റ് ആക്കി. പക്ഷേ ഇപ്പോൾ 2019 ബാച്ച് തൊട്ട് NMC ഈസ് വെരി സ്ട്രിക്റ്റ്. അവർ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, വിജയൻ സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, 4 ചാൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ കണ്ടീഷൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ 10 years MBBS 3 phases ആണ്. ഫസ്റ്റ് MBBS, സെക്കൻഡ് MBBS, ഫൈനൽ MBBS. ഈ 3 ഫേസസും 9 വർഷത്തിൻ്റെ ഉള്ളിൽ പാസ്സാവണം, പ്ലസ് 1 year. 9 + 1 10 years. ഓക്കെ, സാറ് പറയാത്ത ഒരു ഫൈനൽ ഡീറ്റെയിൽസ്. ഈ ഓരോ ഫേസും ഇപ്പോൾ ഫസ്റ്റ് MBBS നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഒക്ടോബറിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങിയും പ്ലസ് 9 years. 2024 + 9 2033 ആവുമ്പോഴേക്കും 9 yearsനുള്ളിൽ എല്ലാ ഫസ്റ്റ് MBBS, സെക്കൻഡ് MBBS, ഫൈനൽ MBBSത്തെ എല്ലാ സബ്ജക്ട്സുകളും പാസ്സാവണം. അപ്പോൾ മറ്റേ 9 വർഷമായിട്ട് ഒരു സബ്ജക്റ്റും യൂണിവേഴ്സിറ്റി എക്സാം ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അവരെല്ലാവരും കോഴ്സ് പുറത്താണെന്നാണ് എൻ്റെ അറിവ്. ഇനി വല്ല NMCയുടെ അടുത്തോ കോടതിയുടെ അടുത്തോ പോയിട്ട് വല്ല മേഴ്സി ചാൻസ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അറിവ്. ഒന്നത്. രണ്ടാമത്തെ കോഴ്സ്, രണ്ടാമത്തെ ഗൈഡ് ലൈൻസ് പറയുന്നത് ഫസ്റ്റ് MBBS, സെക്കൻഡ് MBBS, ഫൈനൽ MBBS. അതിലത്തെ ഈ ഫസ്റ്റ് MBBS 4 ചാൻസ്. ഈ 4 ചാൻസ് എല്ലാ വിദ്യാർത്ഥികളും ഫാസ്റ്റ് ലേണേഴ്സ് ആവണമെന്നുമില്ല. കുറച്ച് ആൾക്കാർ പഠിക്കാൻ കുറച്ച് പുറകിൽ, ഇപ്പോൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരുടെ കുറച്ച് പഠനത്തിൽ കുറച്ച് പുറകെ പോകാൻ പുറകെ പോകുന്ന സ്റ്റുഡൻസിന് അപ്പോൾ NMC കുറച്ചും കൂടി ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. ദേ ക്യാൻ ടേക്ക് ഈവൻ 4 years ഫോർ കംപ്ലീറ്റിംഗ് ഫസ്റ്റ് MBBS. പക്ഷേ അതല്ല, നിങ്ങളെല്ലാവരും 4 years എടുക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ഈ ചാൻസസ് ഒക്കെ വളരെ ജുഡീഷ്യസ് ആയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാസമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നത്. ഒരാഴ്ച മുമ്പാണ് എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. 2000 ഫസ്റ്റ് MBBSൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. 2022 ബാച്ചിലത്തെ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ബയോകെമിസ്ട്രി ജയിച്ചു. പക്ഷേ ഈ 2022 സ്റ്റുഡൻറ്റ് 2023 ഓഗസ്റ്റിലത്തെ റെഗുലർ എക്സാം എഴുതി, ജയിച്ചില്ല. ബയോകെമിസ്ട്രി ജയിച്ചു, അനാറ്റമി ഫിസിയോളജി ജയിച്ചില്ല. നെക്സ്റ്റ് 1 month കഴിഞ്ഞിട്ടുള്ള എക്സാം എഴുതി, അപ്പോൾ ഫിസിയോളജി ജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം, അപ്പോൾ 1 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 2 ചാൻസ് കഴിഞ്ഞു. പിന്നത്തെ 2024 റെഗുലർ ബാച്ച് പരീക്ഷ എഴുതി, അനാറ്റമി ജയിച്ചില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ എക്സാം എഴുതി, ജയിച്ചില്ല. പക്ഷെ കുട്ടി, ആ സ്റ്റുഡൻറ്റ് വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ, കോഴ്സ് ഔട്ടായി. അപ്പോഴാണ് മറ്റേ NMCയുടെ ആ ഒരു ഫൈൻ റൂൾസും കൂടി നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 വർഷം എടുക്കാം ഫസ്റ്റ് MBBS എന്ന് പറയുന്നത്. പക്ഷേ ഒരു ക്ലോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് MBBS ക്ലിയർ ചെയ്യാനായിട്ട് 4 വർഷം എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു സെക്കൻഡ് അഡീഷണൽ കോഴ്സസ് ഉണ്ട്. ബാക്കിയുള്ള 17 സബ്ജക്റ്റ് പാസ്സാവാൻ ബാക്കി 5 വർഷം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കുറേ ക്ലോസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലോസ് പറയുന്നത് 9 വർഷത്തിനുള്ളിൽ എല്ലാ സബ്ജക്ട്സും ജയിക്കണം. ഓരോ ഫേസിനും മാക്സിമം 4 years വരെ കിട്ടും. 4 ചാൻസ്. ഓരോ റെഗുലർ എക്സാമും പിന്നെ എക്സാമുകളും ഒക്കെ ഒരേ ചാൻസുകളാണ്. ഇപ്പോൾ ഞാനവിടുന്ന് 1 മാസമായി പോന്നിട്ട്, അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുന്നത്, ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മയും പറയുന്നത്, അമ്മ വന്നിട്ട് പറയണത് ഈ 4 ചാൻസിനെ കുറിച്ചിട്ടും ഇങ്ങനെ അപകടം ഉണ്ടാവും എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇതേപോലെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ വളരെ ലളിതമായി ഈ കാര്യങ്ങൾ
അവർ വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷകർത്താക്കളോടും ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയാറുള്ളൂ. ഒന്ന്, ഇതൊരു നല്ല കോളേജാണ്, ഇവിടെ ആവശ്യത്തിന് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. CBME കുറച്ച് അപകടം പിടിച്ചതാണ്, ഹാൻഡിൽ വിത്ത് കെയർ. പക്ഷേ 21 ബാച്ച്, 22 ബാച്ച്, 23 ബാച്ചിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചാൻസുകൾ എടുക്കാനും അതിനെ ഹാൻഡിൽ ചെയ്യാനും. പക്ഷേ ഇതെല്ലാം നല്ല കോളേജാണ്. നിങ്ങൾ ഈ 4 ചാൻസിലോ 4 വർഷത്തിലൊന്നും ആവശ്യമില്ല. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ 100% റിസൾട്ട് എത്തിക്കുന്നതാണ് ഇവിടുത്തെ അധ്യാപകരുടെ മാനേജ്മെൻറ്റ്. അതാണ് ഒരു ക്ലോസസ്. പിന്നെ +2 കോഴ്സും MBBS കോഴ്സും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇത്ര ദുഷ്കരമാകുന്നതാണ് ചോദ്യം. ഞാൻ നമ്മുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സിന് വിദ്യാർത്ഥികളോടെല്ലാം ഈ കാര്യങ്ങൾ 80 hours ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഇടയ്ക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ വിശദമായി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഈ 1-2 കാര്യങ്ങൾ പറയുന്നത് പാരൻസിനെ ഒന്ന് ബോധവൽക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്. പാരൻസിന് ഇനി അടുത്തൊരു ഓപ്പൺ ഹൗസിനെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ +2 കോഴ്സിൻ്റെ പാഠഭാഗങ്ങളും പിന്നെ അതേപോലെ തന്നെ MBBSൻ്റെ സിലബസും കൂടിയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഒരു വർഷം +2 പഠിക്കുന്ന വോളിയം ഫസ്റ്റ് MBBS പഠിക്കുന്ന വോളിയം ഓൾമോസ്റ്റ് 10 ഇരട്ടിയാണ്. അതാണ് ഈ മറ്റേ MBBS പാസ്സാകാനും അത് പഠിക്കാനും ദുഷ്കരമാക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തത് 1996 ബാച്ച് വരെ ഫസ്റ്റ് MBBS കോഴ്സ് ഞാൻ ഹരിദാസ് ശ്രീകുമാറൊക്കെ പഠിക്കുന്ന സമയത്ത് 18 മാസമായിരുന്നു. ആ 18 മാസത്തെ കോഴ്സാണ് ഇപ്പോൾ 12 മാസമാക്കിക്കുന്നത്. അപ്പോൾ 12 മാസം കിട്ടുമോ? 12 മാസം കിട്ടൂല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ ഈ ഫൗണ്ടേഷൻ കോഴ്സ് അടക്കം ഫസ്റ്റ് MBBS 2024 ബാച്ച് തുടങ്ങിയേക്കുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബറൊക്കെ കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ഫസ്റ്റ് വീക്ക്. തൃശ്ശൂരൊക്കെ നവംബർ ഫസ്റ്റ് വീക്ക്, ഒക്ടോബർ 28-ാം തീയതി നവംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങിയത്. അപ്പോൾ NMC കലണ്ടർ പ്രകാരം 2025 ഒക്ടോബർ 1-ാം തീയതി ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യണം. ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 2025 സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ സെപ്റ്റംബറിൽ വാല്യുവേഷൻ സമയമാണ്. ഓഗസ്റ്റിലാണ് തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് വരുന്നത്, യൂണിവേഴ്സിറ്റി തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് വരുന്നത്. തിയറി ആൻഡ് പ്രാക്ടിക്കൽസ് വരുമ്പോൾ മെയ് ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് എല്ലാ സബ്ജക്ട്സിൻ്റെയും പിന്നെ ക്ലാസ്സസൊക്കെ തീർക്കണം. അപ്പോൾ എത്ര മാസം കിട്ടുന്നുണ്ട്? ഈ വർഷത്തിൽ 2 മാസം, അടുത്ത വർഷത്തിൽ 5 മാസം, മൊത്തം 7 months. അപ്പോൾ 18 months ഉള്ളത് ഓൾമോസ്റ്റ് 7 months ആയി. എന്നൊരു കാര്യം ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്നതിൻ്റെ വോളിയമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും, വോളിയമൊക്കെ കൂടിയിട്ടുള്ളൂ. കാരണം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 86 ബാച്ചൊക്കെ പഠിക്കുമ്പോൾ ജെനറ്റിക്സിലാകെ 2 ചാപ്റ്ററുള്ളൂ. ഒരു ചാപ്റ്റർ DNA, ഒരു ചാപ്റ്റർ RNA. അതിന് പകരം ഇപ്പോൾ ജെനറ്റിക്സ് 24 അവേഴ്സാണ് കരിക്കുലം. അപ്പോൾ ഈ 7 months പക്ഷേ ഈ NMC കരിക്കുലം വെച്ചിട്ട് NMC പറയുന്നത് NMC കലണ്ടറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NMC പറയുന്നത് നിങ്ങൾക്ക് അനാറ്റമി 620 അവർ, ഫിസിയോളജി 445 അവർ,
ബയോകെമിസ്ട്രി 249, ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ 27, എയ്ക്കോം 26, ഫൗണ്ടേഷൻ 80, സ്പോർട്സ് 10 ഒക്കെ പറഞ്ഞിട്ട് മൊത്തം 1521 അവേഴ്സ് ഉണ്ട്. 1521 അവേഴ്സ് ഞങ്ങൾ മാസ്റ്റർ ടൈം ടേബിൾ കണക്കാക്കിയപ്പോൾ ഞങ്ങൾ നവംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് മെയ് ലാസ്റ്റ് വരെ ടൈം ടേബിൾ കണക്കാക്കിയപ്പോൾ ആകെ 1050 അവറുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസിനോട് പറഞ്ഞു NMC 1521 അവറുണ്ട്, അതിൻ്റെ 70% പോലും വരുന്നില്ല. അപ്പോൾ ക്ലാസ്സുകൾ വേഗത്തിലെടുക്കും, സ്പീഡിലെടുക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ +2 മെഡിക്കൽ എഡ്യൂക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കുറച്ച് കഠിനമായിട്ടുള്ള കോഴ്സുകളാണ്. ഇതിനെ ചിട്ടയോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി സമീപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷകളും പഠിപ്പും വല്ല ദുഷ്കരമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി കുറേ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഞങ്ങൾ ബോർഡ് ഓഫ് സ്റ്റഡീസൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് കരിക്കുലമൊക്കെ പരമാവധി ലഘൂകരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കൃത്യമായിട്ടുള്ള സിലബസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് പഠിക്കുന്ന രീതികളും മാറണം. +1 +2 പഠിക്കുന്ന പോലെയല്ല, മൊത്തം എല്ലാവരും ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. സ്റ്റുഡൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസ്, യൂണിവേഴ്സിറ്റി കൃത്യമായി സിലബസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും സിലബസ് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ബയോകെമിസ്ട്രി അത് 2019 നമ്മൾ ഉണ്ടാക്കിയത് ചെറിയ മോഡിഫിക്കേഷനുള്ളൂ. ഇപ്പോൾ 249 ആക്കിയാലും യൂണിവേഴ്സിറ്റി സിലബസ് ബയോകെമിസ്ട്രി 280 ആണ്. അപ്പോൾ ഈ 280 ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി സിലബസിലുണ്ട്, യൂണിവേഴ്സിറ്റി സൈറ്റിലുണ്ട്. നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ ഈ യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ കൂടെ കൃത്യമായിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഉണ്ട്. അപ്പോൾ എന്തിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അറിയുന്നത്? നിങ്ങൾ അസസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ് ഇത് പഠിക്കേണ്ടത്. ഇപ്പോൾ ഓരോ വർഷം യൂണിവേഴ്സിറ്റിയിൽ മൈനർ ചേഞ്ചസ് വരുന്നുണ്ട്. മുന്നേ കഴിഞ്ഞാൽ ഈവൻ 2019 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ 15 മാർക്ക്, 8 മാർക്സ്, 4 മാർക്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മാറി, അത് 10 മാർക്സ്, 6 മാർക്ക്, 4 മാർക്ക് ആൻഡ് MCQs ആണ്. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യണം. ടീച്ചേഴ്സ് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും പറയും ഈ ടോപ്പിക് 6 മാർക്ക് ക്വസ്റ്റ്യൻ, 4 മാർക്ക് ക്വസ്റ്റ്യൻ, അല്ലെ 10 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ 10 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തെഴുതണം, അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തെഴുതണം. ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലൈക്കോളിസിസ് വാസുദേവ് സാറ് ബുക്ക് ഒരു 150 സെൻറ്റൻസസ് ഉണ്ട്. അപ്പോൾ ഒരു മാക്സിമം ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ യൂണിവേഴ്സിറ്റിക്ക് ആകെ കിട്ടാവുന്ന സമയം 18 മിനിറ്റാണ് മാക്സിമം. 18 മിനിറ്റിൽ എത്ര സെൻറ്റൻസ് എഴുതാൻ പറ്റും? മാക്സിമം 30 or 35 സെൻറ്റൻസ്, 32 സെൻറ്റൻസ്. അപ്പം നമ്മൾ ക്ലാസ് കേട്ടിട്ട് ഹോസ്റ്റലിലൊക്കെ പോയി ചില അധ്യാപകർ നോട്ട്സ് തരും, ചില അധ്യാപകർ PPT തരും, ചില ആൾക്കാർ ഇതൊന്നും തരില്ല. എനിവേ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ എത്തിയിട്ട് കൃത്യമായിട്ട് ഇസ് ഇറ്റ് എ 6 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 4 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 10 മാർക്ക് ക്വസ്റ്റ്യൻ? ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു അസസ്മെൻറ്റ്, ഒരു പ്ലാനിങ് വേണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു A4 ഷീറ്റ് നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും എഴുതുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനെ എളുപ്പത്തിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. അപ്പം ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പറയാൻ ഒരു നാണക്കേടുമില്ല. ഞങ്ങൾ 86 ജോയിൻ ചെയ്തിട്ട് എല്ലാ ദിവസവും പഠിക്കും. ആകെ ഒരു ആവറേജ് കഴിഞ്ഞ് 2 ദിവസമാണ് റെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നല്ല മെറിറ്റുള്ള ആൾക്കാരാണ് ഒക്കെ ഗവൺമെൻറ് കോളേജിൽ. അന്ന് പ്രൈവറ്റ് കോളേജുകളൊന്നുമില്ല. ആകെ 200-250 റാങ്കിന് താഴെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊന്നും അഡ്മിഷനൊന്നുമില്ല. ഈ 200-250 റാങ്ക് കിട്ടുന്ന ആൾക്കാർ 50% ആൾക്കാർ ഫസ്റ്റ് എംപി തോൽക്കും. അപ്പോൾ എന്തുകൊണ്ട് തോൽക്കുന്നു? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. 50% ആൾക്കാരെ അവർ ജയിപ്പിക്കുള്ളൂ.
അപ്പോൾ ഒരു ഓട്ടമാണ് മറ്റേ എവിടെയും വീഴാതിരിക്കാനുള്ള ഓട്ടം. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചിട്ടയോടുകൂടി കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പഠിച്ചാൽ മാത്രമാണ് ഈ MBBS കൃത്യമായിട്ട് ഉന്നത നിലവാരം നിങ്ങൾക്ക് നിലനിർത്താനും നിങ്ങളുടെ സക്സസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ വിജയൻ സാർ പറഞ്ഞ വേറൊരു കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മെയിനായിട്ട് ഫസ്റ്റ് MBBS അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഞാൻ കുറച്ച് പാരൻസിന് വേണ്ടിയിട്ട് വളരെ ലളിതമായി പറഞ്ഞു തരാണ്. കാരണം ഇതൊക്കെ ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് ഇതെല്ലാം അറിയാം, അവർക്ക് ബോറടിക്കുണ്ടാവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പാരൻസ് വന്നിട്ട് ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് ഇവിടെ വന്ന് പറയരുത്. അതാണ് നമ്മൾ എപ്പോഴും കറക്റ്റ് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം, ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ എല്ലാ ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പാരൻസിനും സ്റ്റുഡൻസിനും കൺവേ ചെയ്യാറുണ്ട്. അപ്പോൾ നാളെ ഞങ്ങളിത് 4 ചാൻസ് ഉള്ളതെന്ന് അറിഞ്ഞില്ല, അതൊന്നും അധ്യാപകരും വിദ്യാർത്ഥികളും പാരൻസ് ഒരിക്കലും പറയാറില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളൊരു പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊരു ഓപ്പൺ ഹൗസ് വയ്ക്കും. ഈ ഓപ്പൺ ഹൗസിലും ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ പാരൻസ് ഈ കോഴ്സിനെ കുറിച്ചിട്ടും ഈ പരീക്ഷകളെക്കുറിച്ചിട്ടും ചെറിയൊരു നോളജ് ഉണ്ടാവുന്നത് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കുട്ടികളിത് പറയുമ്പോൾ കുട്ടികൾ പറയും നമ്മൾ പരീക്ഷ എല്ലാവരും തോൽക്കാറൊന്നുമില്ല. ഇത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സിലബസും ടീച്ചിങ്ങും എല്ലാം നന്നാക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആവറേജ് പരീക്ഷകൾക്കും ഷോർട്ട് എക്സാം പരീക്ഷകൾക്കൊക്കെ ജയിച്ച് ആവറേജൊക്കെ ഉണ്ടാക്കി പരീക്ഷ ജയിക്കാവുന്നതാണ്. ഇവിടെ എല്ലാ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, കമ്മ്യൂണിറ്റി മെഡിസിൻ 4 സബ്ജക്റ്റാണുള്ളത്. 3 സബ്ജക്റ്റിൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഒരു വർഷം കഴിഞ്ഞിട്ട് പരീക്ഷ നടത്തുന്നത്. നമ്മൾ ബേസിക്കായിട്ട് 3 മെയിൻ പരീക്ഷകളും ഫസ്റ്റ് ആവറേജ്, സെക്കൻഡ് ആവറേജ്, ഫൈനൽ ആവറേജ്, ഇതിനിടയ്ക്ക് കുറച്ച് ഷോർട്ട് എക്സാം, ഇതെല്ലാം കൂട്ടിയിട്ട് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് വിജയൻ സാർ പറഞ്ഞത്. അപ്പോൾ ജൂലൈ അവസാനത്തെ വാരത്തോടെ 2025 ജൂലൈ അവസാനത്തെ വാരത്തോട് കൂടിയിട്ട് ഈ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് 50%, അറ്റൻഡൻസ് തിയറി 75, പ്രാക്ടിക്കൽ 80, ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് എക്സാം എലിജിബിലിറ്റി. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി എക്സാം വിൽ പബ്ലിഷ് റിസൾട്ട് അറ്റ് ദ എൻഡ് ഓഫ് 2025 സെപ്റ്റംബർ. അപ്പോൾ ദെൻ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ 1-ാം തീയതി തൊട്ട് നിങ്ങൾ ഫേസ് 2ലേക്ക് വരും. അതാണ് ഈ കോഴ്സിനെ കുറിച്ചിട്ടും നമ്മുടെ പരീക്ഷകളെ കുറിച്ചിട്ടും ഉള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് MBBS കോഴ്സ് ഇത്ര ഡിമാൻഡിങ് ആവുന്നു. MBBS കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനോർമസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്ക് MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാബ്, USMLE പോലുള്ള കോഴ്സുകൾ ക്വാളിഫയിങ് എക്സാംസൊക്കെ പാസ്സായി ലണ്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാം. ഇവിടെ 2000 ആസ് പെർ NMC കലണ്ടർ 2030 മാർച്ചിലാണ് നിങ്ങളുടെ PG എൻട്രൻസ് വരിക. ഈ 2024 ബാച്ചിൻ്റെ PG എൻട്രൻസ് വരിക. ഈ PG എൻട്രൻസിൽ നല്ല റാങ്കുള്ള ആൾക്കാർക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഇഷ്ടമുള്ള PG കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. ഈ PG കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യേണ്ട, ഹെൽത്ത് സർവീസിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ PSC പരീക്ഷ എഴുതി മെഡിക്കൽ കോളേജ് DME സർവീസ്, DHSലൊക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈവൻ MBBS കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജനറൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. MBBS കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ട്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ MPH കഴിഞ്ഞിട്ട് WHO വർക്ക് ചെയ്യാം, റിസർച്ച് ചെയ്യാം, ക്യാൻസർ റിസർച്ച് ചെയ്യാം, MBA ചെയ്യാം, അതേപോലെ തന്നെ ബയോടെക്നോളജി ചെയ്യാം. അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ ഈവൻ കളക്ടറാവാം, IPS ഓഫീസേഴ്സ് ആവാം. ഇപ്പോൾ ഇപ്പോഴത്തെ പല മിനിസ്റ്റേഴ്സും ഹോം മിനിസ്റ്റേഴ്സൊക്കെ ഹെൽത്ത് മിനിസ്റ്റേഴ്സൊക്കെ ഇപ്പോൾ മറ്റേ ഡോക്ടേഴ്സാണ്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് ഈ മറ്റേ കഴിഞ്ഞാൽ MBBS കോഴ്സിന് ഇപ്പോഴും നല്ല ഡിമാൻഡുകൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല കോഴ്സുകളാണ്. പിന്നെ ആചാര്യ സാർ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ we are dealing with human life, so should provide empathy and sympathy സാർ പറഞ്ഞു. അതേപോലെ തന്നെ ഈ മറ്റേ കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും എപ്പോഴും ഒരു എത്തിക്സ്
സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് നമ്മുടെ ജഗത്ലാൽ സാർ. ഞങ്ങൾ ഒരുമിച്ച് PG ഒക്കെ ചെയ്തിരുന്നതാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ജഗത്ലാൽ സാർ പറയുന്ന എപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങൾ അധാർമികമായി കൊണ്ടുവരുന്ന പണം നിങ്ങൾ അലമാരിയിൽ പൂട്ടി വെച്ചാൽ അത് ചാടിപ്പോകുമെന്ന് പറയും. അത് ചാടിപ്പോകുന്നു. സോ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ എപ്പോഴും ഒരു എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇതുവരെ പറയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പല പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് IIT NIT അതൊക്കെ ഭയങ്കര ലിബറലാണ് ഈ നാർക്കോട്ടിക്സ് ഡ്രഗ്സിൻ്റെ യൂസസ്. ഇവിടുത്തെ കോളേജുകളിലൊന്നും നമുക്കറിയില്ല എന്തായാലും. പക്ഷേ ഈ സ്ഥിരമായിട്ട് ആൽക്കഹോളും ഈ നാർക്കോട്ടിക് ഡ്രഗ്സൊക്കെ ഉപയോഗം അത് അവസാനിക്കുന്നത് മാറാത്ത രോഗങ്ങളും മാനസിക വിഭ്രാന്തികളിലേക്കാണ്. അപ്പം എൻ്റെ കോളേജിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബ്രദർ ഒരു നല്ല ഹൈ റാങ്കൊക്കെ ആയിട്ട് IIT കോഴ്സിൽ ചെയ്തതാണ്. അവിടെ ഈ അമിതമായിട്ടുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് കഴിച്ചിട്ട് ഹീസ് സ്കിസോഫ്രീനിക് പേഷ്യൻ്റ് ആവും. ഇപ്പോൾ ഒരു മാനസിക രോഗത്തിന് മരുന്നൊക്കെ എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആ പയ്യനൊക്കെ ശരിക്കും നല്ല മാതിരി അതിൻ്റെ കോഴ്സൊക്കെ ചെയ്ത് ഈവൻ ഓരോ സ്ഥാപനത്തിൻ്റെ ഒരു എൻജിനീയറിങ് കഴിഞ്ഞിട്ട് CEO ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാനസിക വിഭ്രാന്തിയായി മാനസിക രോഗത്തിന് ചികിത്സിച്ചിട്ട് വീട്ടിലിരിക്കുന്നു. അപ്പോൾ ഡോണ്ട് യൂസ് ആൽക്കഹോൾ ഓർ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവസാനമായി അപ്പോൾ എന്നെ ഈ ചടങ്ങിന് എന്ത് വിളിച്ചു എന്നുള്ളത് ഞാൻ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ RC പറയും എപ്പോഴും ഞങ്ങൾ ഈ NMC റെക്കഗ്നേഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും കൃഷ്ണകുമാറൊക്കെ ആയിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട്. അപ്പം ഞാനും കൃഷ്ണകുമാർ ഒരേ ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1986 ബാച്ചാണ്. കൃഷ്ണകുമാർ ട്രിവാൻഡ്രത്ത്, ഞാൻ തൃശ്ശൂർ. ആളെന്നെ ഇടയ്ക്ക് മാഷ എന്ന് വിളിക്കും. മാഷെന്നുണ്ട് ഞാൻ ആളും മാഷൊന്നുമല്ല. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഈ ചടങ്ങിന് വിളിക്കുന്നു? അപ്പോൾ കൃഷ്ണ പറഞ്ഞു സജീവിന് എന്തായാലും കുറച്ചൊരു എപ്പോഴും ഒരു ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പല കോളേജുകളിലും കുറേ ഭാഗ്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് MBBS പരീക്ഷയിലെ ടോപ്പ് പാസ് പെർസെൻറ്റേജ് 32 മെഡിക്കൽ കോളേജിലത്തെ ഏറ്റവും ടോപ്പ് പാസ് പെർസെൻറ്റേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ബയോകെമിസ്ട്രി ഒരു ചെറിയ സബ്ജക്റ്റാണ്. അപ്പം ഞാനല്ല ഈ ഞാൻ ടോപ്പ് പാസ് പെർസെൻറ്റേജ് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ജൂനിയേഴ്സും പറയാം, എൻ്റെ ജൂനിയർ APസും പറയുന്നുണ്ട് സാറിനൊരു ഭാഗ്യം എന്തായാലും എപ്പോഴും കൂടെ കൊണ്ടു നടക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഭാഗ്യം നിങ്ങൾക്കൂടി കിട്ടട്ടെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷമാണ് ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 21 ബാച്ചിന് ഞങ്ങൾ ടോപ്പ് പാസ് പെർസെൻറ്റേജ് വിത്ത് 99%. അതിൻ്റെ മുന്നത്തെ 2022 ബാച്ച് നമുക്ക് KHS 3rd പൊസിഷനായിരുന്നു. പിന്നെ 2014-15 ഞാൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ് കൊണ്ട് 98% ഏറ്റവും ടോപ്പ് പെർസെൻറ്റേജ്. പിന്നെ ആകെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കിക്കും മഞ്ചേരിക്കും മാത്രമേ ഇതുപോലെ ടോപ്പ് പാസ് പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളൂ. ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് പറഞ്ഞത് ഇതുവരെ. പിന്നെ ഇപ്പോഴും നമുക്കൊരു കോമ്പറ്റീഷൻ വരുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. അത് ജൂബിലി അല്ലെങ്കിൽ അമല. അപ്പം ഞാൻ പറയുന്നത് നോക്കുമ്പോൾ ഇവിടെ ഞാൻ പല കാര്യത്തിനും ഞാൻ PKDIMSൽ വരാറുണ്ട്. ഇതിവിടെ ബയോകെമിസ്ട്രി യൂണിവേഴ്സിറ്റി പരീക്ഷ എടുത്താൽ വരാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം വന്നത് അഫിലിയേഷൻ ഇൻസ്പെക്ഷനാണ്. KHSൻ്റെ അഫിലിയേഷൻ ഇൻസ്പെക്ടറായിട്ട് വന്നു. അപ്പോൾ 150 തൊട്ട് 250 ആക്കണോ വേണ്ടതെന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം നല്ല ഇൻഫ്രാസ്ട്രക്ചർ, കോമ്പിറ്റൻറ്റ് ടീച്ചേഴ്സ്, ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ജൂബിലിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല? എനിക്കാകെ സർപ്രൈസായി. അപ്പോൾ ഞാൻ പറയണത് എന്തായാലും അടുത്ത വർഷത്തെ ഫസ്റ്റ് MBBS പരീക്ഷയ്ക്ക് ഞങ്ങളെ തൃശ്ശൂരിനെ കടത്തി വെട്ടിയിട്ട്
PK മെഡിക്കൽ കോളേജ് ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചോട്ട് നിർത്തുന്നു. Those were some truly enlightening words, sir. We are much obligated by your presence. We would like to invite Dr. P. Krishna Kumar, sir, CEO and Secretary of Nehru Group of Institutions, to offer a gesture of sincere acknowledgement to Dr. Sajeevan, sir. Thank you, sirs. As we continue with this momentous event, it is our privilege to welcome an eminent leader and accomplished professional, Dr. P. Krishna Kumar, the CEO and Secretary of NGI, to deliver the special address. Good afternoon to all of you. It's a great occasion for PKDIMS Institute of Medical Science for commencement of 24th academic year session, and we are deeply blessed with great personalities for this august occasion. Most respected Dr. C.P. Vijayan sir, Pro Vice Chancellor KU HS, Acharya Sri Rajesh, scholar and author, a well-wisher of Nehru Group of Institution. Sir has always supported us, guided us all these days. And great teacher who has addressed about the examination system and the plus and minus of how the MBBS programs happens in our state. Most respected Dr. Sanjeevan KC, Head of the Department of Biochemistry, Government Medical College, Thrissur. My brother, most respected Honorary Trade Commissioner of Mauritius to India, Chairman and Managing Trustee, Advocate Dr. Krishnadas, my sister Dr. Tulasi, my brother Dr. R.C. Krishna Kumar, Director of Operations, PKDIMS, Principal of this institution, Dr. Sadish G. Prabhu, and Dr. Ardi Anand, Head of the Department of Psychology, Dr. Sri Kumar, Dr. Jagalal, Head of the Department of Biochemistry, other senior doctors who are witnessing this great occasion, Head of the departments, teaching and non-teaching members of PKDIMS Institute of Medical Science, most important, the freshers who have decided to join with PKDIMS Institute of Medical Science, and the most respected parents who are witnessing this great occasion. So after listening to Pro Vice Chancellor and other eminent speakers, I have only one message to share because of shortage of time. And number two, already all the messages is given regarding your academic system or how the Indian culture has contributed for our medical system and the importance of the university and their messages. So my message for all of these freshers is that please be committed, because after 12 years of your school education, this probably will be the new journey to start. Because after hearing Dr. Sajeevan sir, I was thinking that it is going to be a beautiful days to come, because in 7 months time you are going to learn 1 year subjects. So I think that is an amazing journey will be there. So let me take this opportunity to bless all of you. Let the best academic performance happens in your life. And what I always feel great about doctors is that great doctors always find time to listen, because that is where which most important, because any patient with a lot of anxiety they come because of our tight schedule or a lot of appointments, other patients will be waiting, but a lot of doctors
won't listen properly. I think that is one of the things which you cultivate from the day one during your practice session, because listening is the most important thing, because that itself, once you reply properly, half of the problem of the patient will be get over. I think that is one mantra which I would like to share. So wish you all the best. God bless you, and always great to the society, serve the society. Thank you so much. That was definitely one lesson for us to carry forward with us, sir. Thank you. Next, we are honored to welcome Dr. P. Tulsi Ma'am, the esteemed trustee of the Nehru Group of Institutions, to share her valuable insights with us. Respected dignitaries on and off the dais, senior faculties, dear parents, and most importantly, my bright new MBBS students. It's with great pleasure and immense pride that I stand before you today to welcome you to this new chapter of your lives. Today marks the beginning of a challenging but incredibly rewarding journey, one that will shape you into not just doctors, but as compassionate healers, skilled professionals, and lifelong learners. The decision to pursue medicine is not a simple one. It demands dedication, resilience, and a deep commitment to the well-being of others. Medicine deals with caring for people, acquiring knowledge, building trust, demonstrating empathy, and understanding that every patient is not just a case. Remember, patients are not cases. They are persons with hopes, fears, and a story. Remember, you are stepping into a field that is ever evolving, the one where science and human understanding continually advance. Today, as you all know, we are in a robotic world where robots are doing surgeries. So you're going to face challenges that will test you so many times, but you will also experience moments of profound satisfaction and joy. Definitely, there will be long hours of study, clinical rounds, exams, and moments when the road seems daunting. But remember, you're not alone in your journey. You have an entire community here of professors, mentors, and peers who are going to help you. This induction is just a start. There will be moments when you question your own abilities. Every challenge you face, every sleepless night you spend studying, every patient you care, all these are going to lead you to the growth of your character and skills as a future doctor. And remember, most important is, gone are those days where doctors were considered as gods. No more. We are not gods. Today, clients are updated on YouTube channels regarding health. So when they walk into your OPD or when they meet you, they know almost a part of your diagnosis. So many medicines they know, side effects. They will be questioning you in and out. They will even keep options of doing surgeries. Might be what I feel during my professional days are, I learn a lot from them. So patients are the best teachers. Learn to be a good listener. This is very, very important. Develop good communication skill. It's the trust that the patients place in you that makes you a good doctor. In this way, you can contribute to the healthcare system in meaningful ways. And along with your studies, don't forget to participate in sports, dance, music, etc. We also are providing you a gym facility here in the campus, which you can utilize and improve your health. And most importantly, take care of your food and your health, because unless and until you're eating good food and you're with a good health, you will not be going on with your long hours of study. And also, we have a serene atmosphere here. You are also provided with Sri Vidya Ganapati temple here, where you can walk in the evening times. You can enter there, take rest for some time, get the blessings of the Lord, go back and study. So may your journey be fulfilled with determination, passion, and unwavering commitment to excellence. Thank you, and I wish you all the very best in the years to come. Our deepest appreciation goes to you, ma'am, for delivering such impactful words. Thank you, ma'am. Without any further ado, we welcome the pillar of this institution, Dr. R.C. Krishnakumar, Director of Operations at PKDIMS Institute of Medical Sciences. His strategic vision and leadership have been instrumental in guiding our institution towards greater success. Please join me as we invite Dr. R.C. Krishnakumar, sir. ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ, നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ സാരഥിയും മൗറീഷ്യസ് ഇന്ത്യ ഓണററി ട്രേഡ് കമ്മീഷണറുമായ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ്,
ഇന്ത്യയിലെ തന്നെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ പ്രധാനപ്പെട്ട സാരഥികളിൽ ഒരാളായ ഓണറബിൾ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ സാർ, ലോകമെമ്പാടും അറിയപ്പെടുന്ന സ്കോളറും വേദിക് ഫിലോസഫറും എഴുത്തുകാരനുമൊക്കെയായ ആചാര്യശ്രീ രാജേഷ്, എൻ്റെ പ്രിയ സുഹൃത്തും തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ബയോകെമിസ്ട്രി വിഭാഗം തലവനുമായ ഡോക്ടർ സജീവൻ, നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ CEOയും സെക്രട്ടറിയുമായ ഡോക്ടർ P കൃഷ്ണകുമാർ, നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ബഹുമാന്യായ ട്രസ്റ്റി ഡോക്ടർ P തുളസി, PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ എൻ്റെ സുഹൃത്ത് ഡോക്ടർ സതീഷ് G പ്രഭു, ഫൈനൽ ഇയർ MBBS കോർഡിനേറ്റർ ഡോക്ടർ ശ്രീകുമാർ A, ബയോകെമിസ്ട്രി തലവൻ ഡോക്ടർ ജഗത്ലാൽ, സ്വാഗതം ആശംസിച്ച ഫിസിയോളജി പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ആരതി ആനന്ദ് അമീൻ, ഡോക്ടർ P രാമകൃഷ്ണൻ ഹിസ് ആബ്സെൻഷ്യ, ഡോക്ടർ ബെഞ്ചമിൻ, ബഹുമാന്യരായ മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയമുള്ള ഡോക്ടർമാരെ, ആൻഡ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ സ്റ്റാർസ് ഓഫ് ദ ഡേ, the new entrance to the world of medicine, the first MBBS students, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. നേരത്തെ ഡോക്ടർ സജീവൻ പറഞ്ഞത് നിങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല, നിങ്ങൾക്കൊരു വാണിംഗ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിനും അറിയാം ഇത് അത്ര വലിയ ടഫായിട്ടുള്ളൊരു കോഴ്സ് അല്ല എന്നുള്ളത്. കാരണം ഞങ്ങളൊക്കെ ഇത് ടഫല്ല എന്ന കോഴ്സിൻ്റെ തെളിവുകളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, വൈദ്യവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ വളരെ വലിയൊരു പാദമുദ്ര പതിപ്പിച്ച PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നത് മറ്റൊരു പ്ലസ് പോയിൻ്റാണ്. ഞങ്ങളുടെ സ്ഥാപകൻ 1968 ശ്രീ PK ദാസ് നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്വാളിറ്റി വേണമെന്നുള്ള, ക്വാളിറ്റി എന്ന മുഖമുദ്ര ആവശ്യമാണെന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഏത് നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാലും എന്താണോ റെഗുലേറ്ററി ബോഡീസ് ആവശ്യപ്പെടുന്നത്, മെഡിക്കൽ കോളേജ് കേസിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്, എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കേസിൽ AICTE ആണ്, അവരാവശ്യപ്പെടുന്ന മിനിമം സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അതിന് മുകളിൽ മാത്രമേ നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ എപ്പോഴും തുടങ്ങിയിട്ടുള്ളൂ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത് എന്ന് റെഗുലേറ്ററി ബോഡീസ് അനുശാസിക്കുന്നുവോ അതിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുള്ള കോളേജുകൾ മാത്രമേ നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും നല്ല അധ്യാപകരാണ് നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ അധ്യാപകരും. എനിക്കൊന്ന് കേരളത്തിൽ തന്നെ നിങ്ങൾ ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുള്ള കോളേജുകൾ അപൂർവമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൽ ഏറ്റവും നല്ല റിസൾട്ടുകൾ നേടിയെടുക്കുവാൻ PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കഴിഞ്ഞത്. 2022 ഫസ്റ്റ് ഇയർ റിസൾട്ടിൽ 98.5% റിസൾട്ടോടുകൂടി അന്ന് നമ്മുടെ പരീക്ഷ എഴുതിയ 150 വിദ്യാർത്ഥികളിൽ 98.5% റിസൾട്ടാണ് PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ വർഷം 2023 ബാച്ച് വിദ്യാർത്ഥികൾ, അവിടെ 200 വിദ്യാർത്ഥികൾ, എനിക്ക് തോന്നുന്നു 200 വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തുന്ന കേരളത്തിലെ അപൂർവം സ്ഥാപനങ്ങളിലാണ് PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മറ്റൊരു പ്രൈവറ്റ് മെഡിക്കലിൽ മാത്രമേ കേരളത്തിൽ 200 MBBS സീറ്റുകളുള്ളൂ. അപ്പോൾ കേരളത്തിൽ 200 MBBS സീറ്റുകളുള്ള 2 മെഡിക്കൽ കോളേജുകളൊന്ന് PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അപ്പം കഴിഞ്ഞ വർഷം 200 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 95% വിദ്യാർത്ഥികൾ പാസ്സായി. MBBS ഫസ്റ്റ് ഇയർ പാസ്സാവാനും MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തോക്കാനാണ് അവിടെ പ്രയാസം. ജയിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ MBBS പാസ്സാവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സ്വപ്നത്തിൻ്റെ ഫലമാണ്
നിങ്ങൾ ഇന്ന് ഇവിടെ PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നിങ്ങളിത് PKDIMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഇവിടെ ഈ ഒരു ചടങ്ങിലിരിക്കുന്നത്. നിങ്ങളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ MBBS വിദ്യാർത്ഥികളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, അവരാ സ്വപ്നം ഈ ഒരു ചടങ്ങ് കൊണ്ടോ ഫസ്റ്റ് ഇയർ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാലുകുത്തുന്നുകൊണ്ടോ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും സ്വപ്നങ്ങൾ കാണുക, വലിയ വലിയ സ്വപ്നങ്ങൾ. നേരത്തെ ഡോക്ടർ സജീവൻ പറഞ്ഞതുപോലെ ഇത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും അത് കഴിഞ്ഞിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്ന കാലവും നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പുനരർപ്പണം ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ പദവികളിൽ ആ തലങ്ങളിൽ നിങ്ങളെത്തും. MBBS വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്ക് വാക്കായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അത്തരം വലിയ സ്വപ്നങ്ങൾ കണ്ട ഒരു വ്യക്തിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ. 1968 വളരെ സേഫായിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് വിദ്യാഭ്യാസ രംഗത്തേക്ക് കാല് വെക്കുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ കാണുവാനുള്ള ആർജവും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാനുള്ള കർമ്മകുശലതയും ദൃഢനിശ്ചയവും കഠിന പ്രയത്നവുമായിരുന്നു ശ്രീ PKDASന്റെ ആകെയുള്ള കൈമുതൽ. ഇന്ന് 50 വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ മുഖമുദ്രയാക്കിയിട്ടുള്ള 25-ലേറെ സ്ഥാപനങ്ങൾ നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങളെ പഠിപ്പിക്കുന്നത് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കുവാനും. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുവാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒറ്റയാൾ നായകൻ എന്ന ഈ സ്റ്റേജിൽ പ്രസൻറ്റേഷനായിട്ട് കൊടുത്ത ഒറ്റയാൾ നായകൻ എന്ന മലയാളം പുസ്തകവും ദ ലോൺ ബാരിയർ എന്ന ഇംഗ്ലീഷ് പുസ്തകവും എനിക്ക് ഒരു സംശയവുമില്ല അത് നിങ്ങളെ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന പുസ്തകമായിരിക്കും. നിങ്ങളെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള ദൃഢനിശ്ചയവും നിങ്ങൾക്കുണ്ടാകും. ആ പുസ്തകം വായിക്കണമെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ആവശ്യപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ശ്രീ PKDASന്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you so much, sir, for your words and encouragement. Now we move on to the moment that we've been patiently waiting for. We move on to the white coat ceremony. The white coat ceremony is a rite of passage, welcoming us as new medical students into the profession. This ceremony links the symbol of the white coat with the virtues of altruism, responsibility, duty, honor, respect, and compassion. It is a declaration of commitment as we accept the obligations of this profession. This is a sacred moment, and so I kindly request our beloved principal, Dr. Satish G. Prabhu sir, to steer us through the oath-taking ceremony. A warm good morning to all. Going by the time, it's a warm good afternoon to all. Respected Advocate Dr. P. Krishnadas, Honorary Trade Commissioner of Mauritius, India, Honorable Pro Vice Chancellor, Kohas, C.P. Vijayan sir, the renowned scholar and author Acharya Sri Rajesh, Head of the Department of Biochemistry, Government Medical College Thrissur, Dr. Sajeevan KC, the trustees of NGI, Dr. P. Krishnakumar, Dr. P. Tulasi, Director Operations and my friend, Dr. Krishnakumar, Mrs. Sumita Krishnadas in her absence, my dear beloved teacher and colleague, Dr. Srikumar A, Phase 1, Phase 2 and Phase 3 faculty, beloved parents
and the very beloved office staff who are always in dealing with the MBBS students at all levels, all other sister concerned faculty who have joined us on this momentous occasion. I'm sure that this is going to be a landmark in your lives, in your milestone in your lives, my dear students. 2024 batch, we are really honored to have such great speech, words of wisdom, starting right from the president and the chairman of the institution, the pro-vice chancellor, whom I have known for the years together, excellent teacher, man of wisdom, Acharya Sri Rajesh. They were all there to enlighten you, and at the fag end, I am here to scratch you. Right? Now coming to business. What is the only constant thing in this world? ലോകത്തിൽ വളരെ റെഗുലറായിട്ട് നിശ്ചയത്തോടെ എന്നും വരുന്നൊരു കാര്യം എന്താണ്? വാട്ട് ഈസ് ദ വൺ തിങ്? എനി ഐഡിയ? ചേഞ്ച്. സോ ആസ് freshers to this profession and following what has been already discussed, the thing that comes to my mind is medicine is an always changing. It's a dynamic field. If you go through the history of medicine, you know how difficult it was to reach this stage. Both the chief speakers today, the Pro-Vice Chancellor, Vijayan sir and Sanjeevan sir, were discussing on this aspect. MBBS കോഴ്സ് പണ്ട് ഞങ്ങൾ എങ്ങനെ പഠിച്ചിരുന്നു വെച്ചാൽ ഒരുപാട് മാറി. സോ യു ഹാവ് ടു റിമെമ്പർ ഇറ്റ് ഈസ് എ ഡൈനമിക് പ്രോസസ്. ആസ് ലേറ്റസ്റ്റ് 2019, 4 വർഷം മുമ്പ് വരെ പഠിച്ച രീതിയിലല്ല നമ്മൾ ഇന്നിപ്പോൾ പഠിക്കുന്നത്. ഐ എം മോർ ഫോക്കസിങ് ഓൺ ഇംഗ്ലീഷ് ബിക്കോസ് ദർ ആർ പേരൻസ് ഓഫ് അതർ സ്റ്റുഡൻസ് ആർ കമ്മിങ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. സോ ദിസ് മെത്തഡോളജി ഓഫ് ടീച്ചിങ്, what has been a student-teacher relationship has changed to a learner-felicitator relationship. So now it is a learner-centric. I am not going into in-depth because your beloved teachers, phase 1 teachers are there, always there to remind you of the realities. Now next comes the next question. What is the climax of any event? When does the climax come? The climax comes towards the end, and that's what I am here for. So it's time for oath taking. Dear parents, I am sure that you will definitely give them a big applause for having entered this phase of their life, and let that be a good beginning. Now I want all of you, yes, please give them a big hand. Do you know why? Do you know why? Because this thing, the white coat ceremony, is very recent one. The only encouragement which I got, I joined medicine some way back in 1983, much senior to all this. Do you know what my father sent? And the postman konduvarum the appointment letter. My father, he was a very learned person. He was a central government officer, almost equivalent to that of a scientist. His answer was, "Mariyadakku poirunnu padikka." This is what he said. And the postman who heard this, he said, "Ende sare innengil oru nalla vaakku paranjude." But remember, that is how we got the courage to face life, because life is not easy. Now, the white coat ceremony and oath is the first step towards entering this profession. Mind you, medicine is not an easy profession, and the oath that follows is each and every sentence should always reverberate in your minds. Ennum adu orthirikendana. So I request all of you to follow what I am saying. So now comes the climax. During the period of study, I shall live a disciplined life. All of you stand up. Get up, my dears. Are you ready? So you follow me, so that your parents hear you. You are as dear to us as you are to your parents. I am very happy some of my friends, Dr. Haridas, Dr. Murali, they are all, Sunil, they are all here. So they are witnessing you.
put on your coats. So you are entering this profession, and with all solemnity, just like you enter a place of worship, Ambalathilo, Mosquilo, Pallilo, Pogna, Adea, Manobhavathod. There are atheists also here. That is also a way of life. I am not averse to it. So, follow what I say. During the period of study, already with your hands outstretched, during the period of study, I shall live a disciplined life with my teachers and peers. My action shall be guarded, service oriented, and free from indiscipline and envy. In my dealings, I shall be patient, obedient, humble, constantly contemplative, and calm. I shall aim my full efforts and ability towards the desired goal of my profession. As a physician, I shall always use my knowledge for welfare of mankind. I shall always be ready to serve patients even if I am extremely busy and tired. Again, I'll repeat that. I shall always be ready to serve patients even if I am extremely busy and tired. I shall not harm any patient for the sake of monetary or selfish gains, nor shall I entertain a desire for lust, greed, or wealth. Immorality shall not emerge even in my thoughts. My dressing shall be decent, yet impressive and inspiring confidence. My conduct shall always be appropriate, pleasant, truthful, beneficial, and polite. I shall use my experience in actions appropriate for that time and place. I shall constantly endeavor to accomplish, updated with the latest developments in the field, and widen my knowledge. I shall use my experience in actions appropriate for that time and place. I shall constantly endeavor to accomplish, updated with the latest developments in the field, and widen my knowledge. I shall treat patient of gender other than mine in the presence of relatives or attendants. When examining a patient, my discretion, attention, and senses shall be concentrated on the cure of the disease. I shall not divulge the confidentiality related to the patient or family inappropriately. Although an authority in my subject, I shall not display my knowledge and skill with arrogance. My dears, those two places which I repeated, always remember, this oath is for you, not for today, but for lifetime. So that's the end of the oath. Jai Hind. And before I conclude, I wish to say what earlier the Pro Vice Chancellor said, Sarve Bhavantu Sukhina. And also another one, Asatoma Sadgamaya, Tamasoma Jyotirgamaya, Mrityorma Mrudangamaya. Let everything be fine. May the light lead you from the dark to the brilliant place. Right? So have a good day, good time, and enjoy by studying. And how to study? It has been well explained by both the stalwarts in the health education. Wish you all the best. Dear parents, again a word of advice.
or a opinion, please be in touch with us, because it's only the beginning of an unending end. Thank you. Thank you, sir, and everyone. That will definitely be one of our core memories for the rest of our lives. Congratulations to the batch of 24, and welcome to the long, arduous, life-changing field of medicine. It is now time to invite one of the senior-most teachers of our college, Dr. Sri Kumar A. Sir, Professor Head, Department of General Surgery, as well as the final year MBBS coordinator, to address us. Respected and Honorable Trade Commissioner of Mauritius, India, and Chairman and Managing Trustee of Nehru Group of Institutions, Advocate Dr. P. Krishnadas, Honorable Pro Vice Chancellor of Kerala University of Health Sciences, Dr. C.P. Vijayan, today's special guest, Acharya Sri Rajesh, Sajeevan K.C., Dr. P. Krishna Kumar, CEO and Secretary of NGI, Dr. P. Tulasi, Honorable Trustee of Nehru Group of Institutions, and R.C. Krishna Kumar, Director Operations of PKDIMS of Institute of Medical Sciences, Madam Sumita Krishnadas, my beloved Principal, Dr. Sadish J. Prabhu, and my colleagues and all other staff of this college, and dear parents and my dear students. A good afternoon. Now it is time for the good afternoon. Now, first of all, I congratulate for you people, the parents and the students, for having selected this PKDIMS Institute of Medical Sciences as your mother institution for getting the undergraduate studies. It is a right decision. That is what I have to tell. As a clinical orientation, that is, as an oriented for the clinical side, I would like to tell 2 or 3 things. You people are going to study the basic subjects, anatomy, physiology, and biochemistry. Please understand that these are the 3 pillars upon which you are going to build up your clinical studies. So without a basic knowledge or a thorough knowledge of these 3 subjects, you cannot understand what is being taught in the clinical side. So study these subjects thoroughly, and for that you have got a well experienced and a strong team of faculties in this college. Please follow whatever they say. Then when we were students, as Sajeev was telling, because I joined MBBS in 1973, so years back, at that time it was 18 months, but for the first MBBS it was told the phase 1 for some time, but at that time we didn't get any opportunity to go to the hospital or see patients or what is happening in the hospital. But the CBME has made a change. They have made a bridge between the preclinical side and the clinical side. That is what is known as early clinical exposure. So in a way, you are going to be lucky in that, because you are coming to the hospital, you are going to see cases, and your basic teaching will be based on these clinical scenarios and other things. That's a wonderful thing. Then, all of us are supposed to obey rules. Okay, that's our duty. So there are rules laid down by the Kerala Health University, which is based on the NMC regulations, and there are rules laid down by the institution. Our duty to obey rules, so please obey these rules. You are bound to obey the rules. Please obey these. And you can see that if you obey rules, it is very easy, because all the rules are in favor of students by the university and the institution. But if you go against that, the university is very tough and the institution is also very tough. So don't go against that, and don't create problems to your parents and to you. Okay, so that is my another advice. And with these words,
I conclude my words and wishing you once again all the best. Thank you. Thank you, sir, for your soulful words. It is with great pleasure that I now call upon a man of many talents, Professor and Head, Department of Biochemistry, Dr. Jagatlal PC, sir, to share his insights with us. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിജ്ഞാന സുജ്ഞാന പ്രജ്ഞാന പ്രദീപ്തരായിരിക്കുന്ന മഹാമതികൾക്കും എൻ്റെ പ്രണാമം. ബയോകെമിസ്ട്രിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ബയോകെമിസ്ട്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കെമിസ്ട്രി ഓഫ് ലൈഫ് എന്നാണ്. പക്ഷേ ഞാൻ ഇത്രയും കാലം ബയോകെമിസ്ട്രി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ബയോകെമിസ്ട്രി ഈസ് നോട്ട്, മലയാളത്തിൽ പറയുമ്പോൾ അത് ജീവൻ്റെ രസതന്ത്രമല്ല, മറിച്ച് അത് ജീവിതത്തിൻ്റെ രസതന്ത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ജീവൻ്റെ രസതന്ത്രവും ജീവിതത്തിൻ്റെ രസതന്ത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം അതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കഥ നിങ്ങളോട് പറയാം, എന്താണ് ബയോകെമിസ്ട്രി എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വിശക്കുണ്ടാവും, ഇത്രയും സമയമായി, എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുണ്ടാവും. ഒരു കഥ വേണമെങ്കിൽ കേട്ടോളൂ. ഒരു ത്രില്ലർ സിനിമയുടെ കഥയാണ്. അത് ബയോകെമിസ്ട്രിയുടെ കഥയാണ്. അതുകൊണ്ടാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവും, സ്ക്രിപ്റ്റാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ഭാര്യയും ഒരു ഭർത്താവും വളരെ പ്രേമാനുരാഗബദ്ധരായിട്ടുള്ള ദമ്പതിമാരാണ് അവർ. ഈ ഭർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ നമ്മൾ ലോകത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. എന്നതുപോലെ ഭാര്യയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയും നമ്മൾ കണ്ടിട്ടില്ല. ഈ ലോകത്തിലെ ഏറ്റവും ഗംഭീരന്മാരായിട്ടുള്ള ഒരു ദമ്പതിമാരാണ്. ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഭാര്യ വളരെ അഗ്രസീവാണ്, പതിവ് പോലെ അറിയാമല്ലോ. ഭർത്താവ് ശാന്തനും പ്രേമസ്വരൂപനും വളരെയധികം സഹനശക്തിയൊക്കെയുള്ളൊരു പാവം മനുഷ്യനുമാണ്. അപ്പോൾ ഇവർ താമസിക്കുന്ന വീടിൻ്റെ പേര് പച്ചിലകൾ കൊണ്ടുണ്ടാക്കിയൊരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. സജീവ് സാറ് പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചിലകൾ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്ന ഈ ഭാര്യയും ഭർത്താവും. അവിടേക്കൊരു വില്ലൻ കടന്നു വരുന്നു. നമ്മുടെ സിനിമ തുടങ്ങുകയാണ്. ഈ വില്ലൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ വില്ലൻ ഇൻ ദ വേൾഡ്. അദ്ദേഹത്തെക്കാൾ വില്ലനായി ലോകത്തിൽ ആരുമില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ കടന്നു വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാണ്, ഈ ഭാര്യയും ഭർത്താവിനെയും. അദ്ദേഹം ഈ ഭർത്താവിനെ അടിച്ച് ചവിട്ടി പുറത്താക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ തിരിച്ചെന്ന് അടിക്കുകയോ ഒരു ചീത്ത പറയുകയോ ഒന്നും ചെയ്യാതെ ഒരു മണകുണാഞ്ചനായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. പറയുമ്പോൾ അദ്ദേഹം വളരെ സാത്വികനാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ ഭാര്യയെ എന്നിട്ട് ഈ ഭർത്താവിനെ ചവിട്ടി പുറത്താക്കിയതിന് ശേഷം ഈ വില്ലൻ ഈ ഭാര്യയെ റേപ്പ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭാര്യ ഈ മനുഷ്യനിൽ നിന്നും ഗർഭം ധരിക്കുന്നു. ഈ ഗർഭിണിയായ ഈ ഭാര്യ ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ ഭാര്യ നമ്മളുടെ കോശങ്ങളുടെ ഉള്ളിലുള്ള മൈറ്റോകോൺട്രിയോൻ്റെ ഇന്നർ മെംബ്രെയിൻ്റെ ഇന്നർ സർഫസിൽ വെച്ച് വളരെ സംഘർഷഭരിതമായൊരു അന്തരീക്ഷത്തിൽ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. അത് ഈ വില്ലൻ്റെ കുട്ടിയാണ്. ഓക്കെ, നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഇല്ലേ, ഗംഗാദേവിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഹാഭാരതത്തിൽ. കുട്ടിയെ പ്രസവിക്കുക കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ഉപേക്ഷിച്ചു. അങ്ങനത്തെ ഒരു അമ്മ ഈ കുട്ടിയെ, ഇത് പെറ്റമ്മയാണ് കേട്ടോ, ഈ പെറ്റമ്മ മറ്റൊരു വളർത്തമ്മയ്ക്ക് കുട്ടിയെ വളർത്താൻ കൊടുക്കും. ആ വളർത്തമ്മ ഈ കുട്ടിയെ പോറ്റി ഈ കുട്ടിയെ വെച്ചിട്ട് അവരുടെ എല്ലാ ജോലികളും ചെയ്യുന്നു. ഈ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഭാര്യ വളരെയധികം അഗ്രസീവാണെന്ന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ. ആ ഭാര്യ ബഹളമുണ്ടാക്കിയിട്ട് തനിക്ക് നഷ്ടപ്പെട്ടായ ഭർത്താവിനെ അന്വേഷിച്ച് ചാടി പുറത്തിറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഈ പാവം ഭർത്താവ് അവിടെയുണ്ട്.
മൂപ്പര് വേഗം ഇവരെ കെട്ടിപ്പിടിച്ച് അവർ വീണ്ടും ഒന്നായിത്തീരുന്നു. ഇതാണ് കഥ. ഇതിൽ ഭാര്യ എന്ന് പറയുന്ന ആളുടെ പേരാണ് ഹൈഡ്രജൻ, ഭർത്താവിൻ്റെ പേരാണ് ഓക്സിജൻ, വില്ലൻ്റെ പേരാണ് സൂര്യൻ. അവർ താമസിക്കുന്ന പച്ചില വീടെന്ന് പറയുന്നത് ക്ലോറോഫില്ലാണ്. സജീവന് ശരിക്കും മനസ്സിലാകണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാകണ്ടാവും, നിങ്ങൾ +2 കഴിഞ്ഞാലോ. ഇനി അതായത് ഈ കുട്ടി എന്ന് പറയുന്നത് സൂര്യ ചൈതന്യമാണ്, സോളാർ പവർ. ആക്ച്വലി വാട്ട് സൺ ഈസ് ഡൂയിങ് ബൈ സെപ്പറേറ്റിംഗ് വാട്ടർ, ഇവരുടെ ദമ്പതികൾ എന്ന് പറയുന്നത് ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന വാട്ടറാണ് ഈ ദമ്പതികൾ. ഈ വാട്ടറിൽ നിന്നും ഹൈഡ്രജനെ എടുത്തിട്ട് ഓക്സിജനെ സൂര്യൻ പുറത്താക്കിയിട്ട് ഹൈഡ്രജനിലേക്ക് ദ സൺ വിൽ ഇൻസ്റ്റാൾ ഹിസ് എനർജി, സോളാർ പവർ. അതിനെ നമുക്ക് സോളാർ ഹൈഡ്രജൻ എന്ന് വിളിക്കാം. ദിസ് സോളാർ ഹൈഡ്രജൻ ഇസ് പ്രസൻറ്റ് ഇൻ ഓൾ ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതിലൊക്കെ ഉള്ള ഈ സോളാർ ഹൈഡ്രജനാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഉന്മേഷം വരുന്നത്. ബിക്കോസ് ദ സോളാർ പവർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫുഡ്. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ സോളാർ ഹൈഡ്രജൻ വിൽ ട്രാവൽ അലോങ് ഓൾ ദ മെറ്റബോളിക് പാത്വേസ്. നമ്മൾ പഠിക്കുന്ന എല്ലാ മെറ്റബോളിക് പാത്വേസും ഈ ജേർണി ഓഫ് ഹൈഡ്രജൻ, സോളാർ ഹൈഡ്രജൻ ഫ്രം ഫുഡ് ടു ദ മൈറ്റോകോൺട്രിയ. അങ്ങനെ മൈറ്റോകോൺട്രിയയുടെ അവിടെ അവസാനം നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ വെച്ചിട്ട് ഈ സോളാർ എനർജിയെ ADP എന്ന് പറയുന്ന വളർത്തമ്മയ്ക്ക് കൊടുക്കുന്നു. അത് ATP ആയി മാറുന്നു. ആ വളർത്തമ്മയാണ് പിന്നെ ഈ സോളാർ എനർജിയെ കൈകാര്യം ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൈ ATP ഈസ് കൺസിഡർഡ് ആസ് ദ എനർജി കറൻസി. എന്നിട്ട് ഈ ഹൈഡ്രജൻ അവിടെ ഓക്സിജൻ പുറത്തു നിൽക്കുന്നുണ്ട്. ഓക്സിജനായിട്ട് രണ്ടാമത് റീയൂണിയൻ ഉണ്ടാവുന്നു, വാട്ടർ ഉണ്ട്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് ലൈഫ്. ഇതാണ് നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിക്കുന്നത്. ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദ എൻറ്റയർ വേൾഡ് റിലേറ്റഡ് വിത്ത് ലൈഫ്, നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻസ്, ഇൻ ഓൾ ലിവിങ് ബീയിങ്സ് ദിസ് ഈസ് ദ സ്റ്റോറി ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാത്തിലും സപ്പോസ് ഈ ഭാര്യ, ഈ അഗ്രസീവായിട്ടുള്ള ഹൈഡ്രജൻ എന്നുള്ള ഭാര്യയെ സ്വീകരിക്കാൻ ഓക്സിജൻ ഇല്ലെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. വി വിൽ ഡൈ because she is very much aggressive, will kill. ഹൈഡ്രജൻ ബോംബ് പോലെ പൊട്ടിത്തെറിക്കും. നമ്മളുടെ ഓരോ സെൽസിലും മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ ഹൈഡ്രജൻ ബോംബുകളാണ് ഓരോ മൈക്രോ സെക്കൻഡ്സിലും ഉണ്ടാകുന്നത്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് നമ്മൾ ഈ ശ്വസിക്കുന്നത്. നിങ്ങളൊന്ന് ശ്വാസം എടുക്കാതിരുന്ന് നോക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ശ്വാസം എടുക്കാതിരുന്ന് നോക്കും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചാവും. ബിക്കോസ് ദാറ്റ് ഹൈഡ്രജൻ വിൽ കിൽ അവർ സെൽസ്. വളരെ മനോഹരമല്ലേ സ്റ്റോറി? ഇങ്ങനെ വേണം നമ്മൾ ബയോകെമിസ്ട്രി പഠിക്കാൻ. അപ്പോൾ ബയോകെമിസ്ട്രിയിലെ എല്ലാ ഡോക്ടർ സജീവന് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് കേട്ടോ ഈ കഥ. ഞങ്ങൾ പണ്ട് എൻസൈം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സജീവനോട് ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ കെമിസ്ട്രിയായി നിങ്ങൾ നമ്മുടെ ബയോകെമിസ്ട്രി പഠിക്കുക. നമുക്കിനി വരാൻ പോകുന്ന മണിക്കൂറുകളിലൊക്കെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ജീവിതത്തിൻ്റെ സൗന്ദര്യം ബയോകെമിസ്ട്രിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. അതിന് പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇപ്പോൾ പഠനത്തിൻ്റെ ചില നിയന്ത്രണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും എല്ലാം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും 1 മിനിറ്റ് പോലും കളയാതെ പഠിക്കണം. ഒന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് ഉഴപ്പിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു കടമ്പ തന്നെയാണ്. ഡോക്ടർ സജീവൻ സാറ് പറഞ്ഞ പോലെ +1 +2 പഠിക്കുന്നതിൻ്റെ 10 ഇരട്ടി നിങ്ങൾ പഠിക്കാനുണ്ട്. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് 18 മാസം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വെറും 7 8 മാസങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ വേണം നമ്മൾ ഫസ്റ്റ് ഇയറിനെ കാണാൻ. നന്നായി പഠിക്കുക, ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for offering us with this fresh perspective. We now reach a special moment in our ceremony where a voice from within the first year MBBS batch will share her reflections on this important milestone and offer the audience a glimpse into all our hearts. With great pleasure, I invite Avantika Vedehi to come forward and present her thoughts on behalf of the entire batch. Guru Brahma, Guru Vishnu, Guru Devo Maheshwarat, Guru Sakshat Parabrahmam,
Tasmai Shri Gurave Namaha. Guru is the creator Brahman. Guru is the sustainer Vishnu. And Guru is the destroyer Maheshwara. To that Supreme Guru, we verily prostrate. Namaste. In the excellency of Advocate Sri P. Krishnadasa, Advocate K.C. Dr. K.C. Sajeevan sir, Dr. C.P. Vijayan sir, respected teachers, respected dignitaries on and off the dais, and our dear parents, our proud parents over there, and last but never ever the least, my dear friends. I am obliged to express my gratitude and respect to the departed soul of late Sri P.K. Das for his impeccable vision and hard work that undermines the pertinence of this very today. And we the 200 students of us, are from different walks of life, evidently speaking from across the length and breadth of this very great nation. I would like to extend my gratitude, my sincere gratitude, to this entire fraternity for their unleashing support, their hard work, their love, and their compassion. Medicine, it is multifaceted, it is multidimensional, it is multilinguistic, and inextricably blended to the thread of humanity and to the thread of humility that embeds one's soul. Asclepius, the Greek and Roman god of medicine, to the most venerated Hindu Indian god of medicine, Dhanvantari, traces the lineage of medical history across the world. In India, we do have the presumption of Atman, the soul, as per Charaka Samhita. The profession of medicine, or the thread that binds us all together into this very fabric of medical and health service, is the feeling of humility, is the feeling of humanity, and it is of course a feeling of gratitude that we owe to ourselves and to our fellow beings. The profession of medicine. The profession of medicine is never an arm nor a weapon, but in fact, an arm of acknowledgement, an arm of devotion, an arm of divinity that we owe to ourselves. Dear friends, over very deep kind of respect to the white coat you wear, to the stethoscope that you hold, because the morsel, the last morsel of respect that you are going to acquire in your life will be in the name of the profession that you are inducted into. And as a medical student, be empathetic, be patient, be perseverant, and above all, be hardworking. And always struggle for a better tomorrow. Centuries ago, Sir Hippocrates said, medicine, it is an art, and truly speaking, we are the artists who are inducted into it. The friends of mine called me here to deliver a message from the heart. अरे यार जो भी मैंने कहा है आपने दिल से कहा है यार, आपके दिल तक मैंने कहा है. And I would like to conclude my words by quoting the words from Charaka Samhita. Maitri karunya marteshu shakye pradirupekshanam prakristeshu budeshu vaidyaha chaturvedya. With this, I, Avantika Vedhiyar, signing off. Thank you. Thank you, Avantika. None of us could have put it into better words. Now, in the absence of Dr. Ramakrishnan Sir, HOD and Head, Department of Anatomy, I invite Dr. Benjamin W., Professor, Department of Anatomy, for the vote of thanks. It is my privilege over here to hand over the vote of thanks.
First of all, I would like to thank the management for conducting such a wonderful event. So an event like a successful event like this can happen only if there is hard work and determined many individuals who are who are having hard work and determination. Only in such a case such a wonderful event could occur. So first of all, I would like to thank Advocate Dr. P. Krishnadas sir, who is the Honorary Trade Commissioner of Mauritius, India, then the chairman as well as management chairman and managing trustee Nehru Group of Institution. I thank you, sir, for your presence over here. Sir had spoke starting itself about NGI, about the facilities, about the college facilities and the good atmosphere in which we which will be provided here. All we thank you, sir, for providing all the facilities, and thank you, sir, for the presence in this program. Secondly, I would like to thank Dr. C.P. Vijayan sir, who is the Honorary Pro Vice Chancellor of Kerala University of Health Science. We thank you, sir, for coming to this event in spite of sir's commitments to so many programs and this thing. When we invited sir, wholeheartedly accepted, and sir came for this event. We thank you, sir. So also, sir had told about the, this is the first batch. I think the parents are also present, and they also got a chance to know about the KUAS curriculum and the, about the exams and many things. So your batch is lucky in such a case. Then I would like to thank Dr. Sajeevan sir, who is the Professor and Head, Department of Biochemistry from Thrissur Government Medical College. So we thank you, sir, for coming here. Sir had also told about the, sir had went into more specific details about the curriculum of the eligibility criteria for the exam solved. So we thank you, sir, for speaking about it. I would like to thank Acharya Shri Rajesh sir for giving a wonderful talk. Sir had told about the past, about the present, values, tradition, everything about the GDP, everything sir had combined, put into a nutshell. So I thank you, sir, for sharing your knowledge, which will be helpful to so many. Thank you. Your knowledge, your speech was enlightened, sir. I thank you, sir. Then I would like to thank our Dr. P. Krishna Kumar, sir, who is the CEO and Secretary, Nehru Group of Institution. We thank you, sir. Sir had clearly told us about the importance of listening, being a doctor, about how to listen. So when you listen to the patients, to give importance to listen. So definitely the students will be, definitely you will become a good doctors by being a good listener. I thank you, sir, for the wonderful speech which you had given regarding it. Then I would like to thank the Honorable Trustee Dr. Tulasi Madam. Thank you, Madam, for the wonderful talk. So Madam had told about the difficulties which we come across when we go to the clinical aspects and how we are supposed to face it in a society. We thank you, Madam, for telling us about such things, so that now itself it will be in our mind how to react to how to treat the patient in a better way. We thank you, Madam, for it. I would like to, next I would like to thank our Director of Operation, Dr. R.C. Krishna Kumar, sir. So already the compiling team had told sir is the pillar, sir is the main pillar. So that is definitely 100% yes, because sir, with sir's presence and all the programs, and sir is so much dedicated, enthusiastic, with sir's energy. Sir is definitely a pillar in this institution. We thank you, sir. I would like to thank our, in the absence of Dr. Sumita Krishnadas, Madam. So Madam has, even though Madam has been committed with other academic related work, Madam has told her well wishes and blessing for the program. I thank you, Madam. I also thank our Principal, sir, Dr. Satishji Prabhu, sir. So sir was leading you all for the white coat ceremony. So we thank you, sir. And
Sir had also told about specifically, sir, again highlighted, again repeated the sentences which you are supposed to keep, because this white coat ceremony, the oath which you have taken, you will be carrying on for the future till your lifelong. So those things will definitely make you to become an lifelong learner and best Indian medical graduate you will become when you follow those things correctly in your life. We thank you, sir, for it. Then I would like to thank our professor and HOD from Department of Physiology, Dr. Arti Anandamin, madam. So, madam had given the very good welcome address by introducing all the dignitaries on and off the dais. We thank you, madam. Then I would like to thank Dr. Jagatlal sir, who is the professor and head Department of Biochemistry, for giving the felicitation address. So we could see how biochemistry sir has made so much interesting. So even we like to attend sir's class, because definitely you students will like it. Sir would make the subject so much interesting. I thank sir for giving a nice story in which we could understand biochemistry, what is biochemistry, and better. I would like to thank our phase 3 part 2, that is the final year MBBS coordinator as well as HOD of surgery department, Dr. Srikumaran sir. Sir had told about the early clinical exposure and how students will be trained so that they become the better doctors. I thank you, sir. Then I thank all the other principals from other sister institutions under Nehru group of institutions. We thank many principals who have come and were unable to come, had told their wishes for the success of the program. So we thank you, all the principals. We also thank other head of the departments who are being present here, like Dr. Baradan sir from Department of Pharmacology, Dr. Palanivel sir, Department of Community Medicine, Dr. Mini Madam, Department of OBG, Microbiology HOD, then Sri Kumaran sir from Pathology, Ophthalmology HOD, Dr. Nirmala Madam. Thanking all the members of the Nehru Group family for coming and attending this program. So many are many are in the background doing many works. Also, I thank the volunteers. I thank the compiling team. So they are also first year students. We thank the compiling team. We thank the HR department, HR manager Mr. Shivkumar and his team also for playing a role. We thank for thank everyone for coming and making this event a memorable one. Okay, so I would end my speech by telling that Jai Hind, long live India, long live NGI. Thank you. Thank you so much, sir. Before we conclude this ceremony, let us take a moment to reflect on the journey still ahead. As we step into the world of medicine, let us remember, the credit belongs to every man and woman who is actually in the arena, whose face is marred by dust and sweat and blood, who knows the great enthusiasms and the devotions dedicating themselves to a worthy cause. Whether they succeed in achievement or fail while daring greatly, they will never be among the timid and cold souls too afraid to try. Finally, class of 24, let us start today to begin the work we've all come here to do, to learn, to listen carefully, but ask new questions, to see with new eyes, and most of all, to leave this hall today with a commitment in your hearts and minds to build a new future that will improve the health and well-being of humanity. Before we sign off and conclude this beautiful ceremony, we would like to request everyone to stand in unison for the national anthem.
The official function has now concluded. All parents are kindly requested to assemble back in the lecture hall by 2:30 for some important announcements regarding the MBBS course and exams. Thank you, everyone.